നമസ്കാരം. സ്കൂബ ഡൈവേഴ്സും ഫയർഫോഴ്സും ദേശീയ ദുരന്ത നിവാരണ സേനയും സംയുക്തമായി 48 മണിക്കൂർ ആമയിഴഞ്ചാൻ തോട്ടിൽ നടത്തിയ തെരച്ചിൽ വിഫലമായി. മൂന്നാം നാൾ ജോയുടെ മൃതദേഹം തകരപ്പറമ്പ് ബഞ്ചൂർ റോഡിൽ മാലിന്യക്കൂമ്പാരത്തിൽ വന്നടിഞ്ഞു. തോട് വൃത്തിയാക്കാനിറങ്ങിയ ശുചീകരണ തൊഴിലാളികൾ തന്നെയാണ് ജോയുടെ മൃതദേഹം കണ്ടെത്തിയത്. ജീവൻ പണയപ്പെടുത്തി മാലിന്യക്കൂമ്പാരത്തിൽ അവസാന മണിക്കൂറിലും പ്രതീക്ഷയോടെ ആണ്ടിറങ്ങിയ ദൗത്യസംഘത്തിന്റെ പ്രവർത്തനം നാട് മുഴുവൻ നന്ദിയോടെ സ്മരിക്കും. ജോയുടെ അമ്മയ്ക്ക് 10 ലക്ഷം അടിയന്തര സഹായം, അനുജന ജോലി എന്നിവയാണ് സർക്കാരിന്റെ വാഗ്ദാനം. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി റെയിൽവേയോടും സർക്കാരിനോടും ജില്ലാ കളക്ടറോടും റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ആരുടെയൊക്കെ അനാസ്ഥയാണ് ദുരന്തത്തിനിടയാക്കിയത് എന്നത് പരിശോധിക്കേണ്ടേ? റെയിൽവേയുടെ ന്യായവും മേയറുടെ കണ്ണീരും ഉത്തരമാണോ? ജോയുടെ മരണത്തിന് ആരാണ് ഉത്തരവാദി? ചർച്ചയിൽ നിന്നും കോൺഗ്രസ് പ്രതിനിധിയായ അഡ്വക്കേറ്റ് അനൂപ് VR ആണ്. CPM കൗൺസിലർ R ഉണ്ണികൃഷ്ണനുണ്ട്. BJPയിൽ നിന്ന് അഡ്വക്കേറ്റ് RS രാജീവ്. ഇന്ന് രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി 3 ദിവസവും ഉണ്ടായിരുന്ന സ്കൂബ ടീം അംഗം വിജയൻ കൂടി നമ്മോടൊപ്പം ചർച്ചയിൽ. ആദ്യം ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ്. അഡ്വക്കേറ്റ് അനൂപ് VR, ഇന്നിപ്പോൾ വിവിധ പ്രതികരണങ്ങളാണ്. പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചു, ഇന്നും പ്രതികരിച്ചു. മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താഞ്ഞതാണ് ഈ ദുരന്തത്തിനിടയാക്കിയതെന്ന്. പക്ഷേ മന്ത്രി MP രാജേഷ് പറഞ്ഞല്ലോ, നാടൊട്ടുക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും ജോയെ രക്ഷിക്കാനുള്ള പ്രാർത്ഥനയോടെ നിൽക്കുന്ന സമയത്ത് സന്നദ്ധ പ്രവർത്തകർ, രക്ഷാപ്രവർത്തകർ ആ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുക എന്ന ഔചിത്യമില്ലാത്ത പരിപാടിയാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. എന്താണ് മറുപടി? സർക്കാരിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സർക്കാർ ചെയ്യേണ്ട, അനിവാര്യമായും പൂർത്തീകരിക്കേണ്ട ചുമതലകളിലെ വീഴ്ചകൾ പറയുമ്പോൾ അത് സർക്കാരിനെതിരെ ഒന്നും പറയാൻ പാടില്ല, നമ്മളൊരു ദുരന്ത മുഖത്താണ് എന്ന് നമ്മൾ ആദ്യമായി കേൾക്കുന്നതല്ല. കഴിഞ്ഞ പ്രളയ സമയത്ത് മുതൽ ഈ പിണറായി ഗവൺമെൻറ്റിൻ്റെ നാളിതുവരെയുള്ള ഭരണം പരിശോധിച്ചാൽ ഓരോ സമയത്തും ഓരോ ദുരന്തത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ഒരിക്കലത് പ്രളയമായി വന്നു, പിന്നീട് കൊറോണയായി വന്നു. പക്ഷേ പലപ്പോഴും ഈ പ്രളയവുമായൊക്കെ ബന്ധപ്പെട്ട് അന്നുയർന്ന ആക്ഷേപങ്ങൾ നമുക്കറിയാം. അതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആയിരുന്നു. കേരളത്തിലെ തകരാറിലായ വാട്ടർ മാനേജ്മെൻറ്റ്, ഡ്രെയിനേജ് സിസ്റ്റം. ഇപ്പോൾ ദുരന്തം എന്നത് നമ്മൾ പറയുന്നത് എന്തിനാ? അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ദുരന്തമായി നിർവചിക്കുന്നത്. പക്ഷെ കേരളത്തിൽ കാലവർഷവുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങൾ നടക്കുന്നതല്ലേ. 2 ദിവസം മഴ തുടർച്ചയായി പെയ്താൽ കേരളത്തിലെ കാനകൾ നിറഞ്ഞ് കവിയുമെന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതൊരു പതിവ് രീതിയാണ്, അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതല്ല. പക്ഷെ വർഷങ്ങളായി കേരളത്തിലെ ഗവൺമെൻറ് സംവിധാനം അതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഹൈക്കോടതി അത് പരിശോധിക്കേണ്ട നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കാൻ നിർബന്ധിതമായിരിക്കുന്നു എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ. താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഇന്ന് ഹൈക്കോടതിയുടെ ആദ്യത്തെ വാചകം ഇപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. വിശദമായ പരിശോധന നടത്തുന്നുണ്ട് കോടതി 26-ാം തീയതി. പക്ഷേ ഇപ്പോൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് അതിന് പറ്റിയ സമയമല്ല എന്നുകൂടി അർത്ഥമുണ്ട്. അനൂപ്, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന്റെ ചുമതല എന്താ? പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഭരണപക്ഷത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. ഇത് ആദ്യമായി പറയുന്നതല്ലല്ലോ. പ്രളയ സമയത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നുള്ള വാദം ഉന്നയിച്ചത് പ്രതിപക്ഷം മാത്രമല്ല. ബിഷപ്പ് കൂർലോസ് തിരുമാനിയെ പോലൊരാൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ചൂണ്ടിക്കാണിച്ചത് എന്താ? എല്ലാ പ്രാവശ്യവും പ്രളയം വരില്ല, പിണറായിയുടെ ഗവൺമെൻറ് രക്ഷിക്കാനെന്ന് പറഞ്ഞില്ലേ? ഇത് കൃത്യമായി പല ഭാഗത്തു നിന്നും, സിവിൽ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന്, പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, ശാസ്ത്രജ്ഞരുടെ ഭാഗത്തു നിന്ന്, മാനേജ്മെൻറ്റ് വിദഗ്ധരുടെ ഭാഗത്തു നിന്ന് ഈ സർക്കാർ ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്ന അലംഭാവം എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോഴും ഈ സർക്കാർ ചെയ്യുന്നത് എന്താ? കുറ്റം റെയിൽവേക്കാണ്. റെയിൽവേയുടെ കുറ്റം നമ്മൾ ചോദ്യം ചെയ്യപ്പെടണം. ഇവിടെ സന്ദേശം സിനിമയിൽ ഞങ്ങളുടെ ഡെഡ് ബോഡി ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറയുന്നത് പോലെ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം റെയിൽവേക്കാണെന്ന് സർക്കാരും സർക്കാരിനാണെന്ന് റെയിൽവേയും പരസ്പരം പഴി ചാരിയതുകൊണ്ട് പരിഹാരമാകുമോ? ഇവിടെ ഈ മാലിന്യം ഒഴുക്കി ആര് വിട്ടാലും അത് സംസ്കരിക്കേണ്ട ചുമതല ഗവൺമെന്റിനില്ലേ? തദ്ദേശ സ്വയംഭരണ വകുപ്പിനില്ലേ? ഇവിടെ നാട്ടിലെ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് യൂസർ ഫീ മേടിച്ച്
മാലിന്യം ഏറ്റുവാങ്ങുന്ന പഞ്ചായത്ത് തല സംവിധാനം ഉള്ളപ്പോൾ ഇത്ര വലിയ മാലിന്യ കൂമ്പാരത്തിന്റെ സംസ്കരണത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗവൺമെന്റിന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? പ്രാഥമികമായി 1 മുതൽ 9 വരെ സ്ഥാനങ്ങളിൽ പ്രതി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. എന്താണ് സംശയം? ഇത് മുൻപ് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ റെയിൽവേക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട് അനൂപ്. റെയിൽവേയുടെ ഭാഗത്തുള്ള വീഴ്ചയിൽ നിങ്ങൾ വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നില്ല. എല്ലാ ഘട്ടത്തിലും അതുള്ളതാണ്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് നിങ്ങളുടെ വിമർശനം വരുന്നേയില്ല. ഈ സംസ്ഥാനത്തിൽ മാത്രം വട്ടം കറങ്ങിക്കൊണ്ടാണ് പ്രതിപക്ഷ നിലപാടെടുക്കുന്നതെന്നിടത്താണ് നിങ്ങൾ വിമർശിക്കപ്പെടുന്നത് അനൂപ്. ഞാൻ അനൂപിലേക്ക് വരാം. ഞാനിന്ന് വിജിനിലേക്ക് പോവുകയാണ്. സ്കൂബ ടീം അംഗം വിജിൻ, ആദ്യം അഭിനന്ദനങ്ങൾ. നന്ദിയോടെ ഈ ചർച്ച തുടങ്ങുകയാണ്. വിജിനടക്കം രക്ഷാപ്രവർത്തകർ നടത്തിയ 3 ദിവസം നടത്തിയ ശ്രമങ്ങൾ അത് ഈ കേരളം മുഴുവൻ കണ്ടിരിക്കുന്നു. മനുഷ്യവിസർജ്യമടക്കം ഒഴുകിയെത്തുന്ന കനാലാണ് എന്നുള്ള വിവരങ്ങളാണല്ലോ നമുക്ക് വന്നിട്ടുള്ളത്. അതിനിടയിൽ കൂടെ നൂണ്ടിറങ്ങി ഒരു ജീവൻ രക്ഷിക്കാൻ അവസാന നിമിഷവും നിങ്ങൾ ശ്രമിക്കുകയായിരുന്നു. നിങ്ങളുടെ ശ്രമത്തിനൊടുവിൽ ആ ശ്രമമല്ല പിന്നീട് ഫലിച്ചത്. മൃതദേഹം വന്നടിഞ്ഞത് മാലിന്യക്കൂമ്പാരത്തിലാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. നിങ്ങളുടെ ഈ ദൗത്യ സംഘത്തിന് ഇതുവരെയുള്ള ഇത്തരം ശ്രമങ്ങളിൽ ഏറ്റവും ദുർഘടമായ ഒന്നായിരുന്നു ഇത്. എന്താണ് ഈ അനുഭവത്തെ, എങ്ങനെയാണ് നിങ്ങൾ വിശദീകരിക്കുക? ഇത് ഒരു പ്രത്യേകതരം ഒരു അനുഭവം തന്നെയായിരുന്നു. കാരണം പല തരത്തിലുള്ള റെസ്ക്യൂ മിഷനിലോട്ട് കടന്നിട്ടുണ്ടെങ്കിലും ഇത് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഇത് ഇത്രയും വേസ്റ്റ് അല്ലെങ്കിൽ ഇത്രയും അഴുക്ക് ചാല് തന്നെയാണ് ഇതിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം ആ കോള് വന്ന് ആദ്യം അവിടെ എത്തുന്ന ആൾക്കാരിൽ ഒരാളായിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയ വെള്ളത്തിൽ. അപ്പോൾ ഈ കോള് വരുന്നത്, സ്റ്റേഷനിലേക്ക് കോള് വരുന്നത് 11 മണിയോടെ എടുക്കുമ്പോഴാണ്. അപ്പോഴത്തേക്കും അവർ പറഞ്ഞത്, കോള് വിളിച്ചാൽ പറഞ്ഞ ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആ ഒരു വേഗത്തിൽ തന്നെ എത്തുകയും, അപ്പോൾ ആദ്യം എത്തിയത് അതിൻ്റെ മെയിൻ ഗേറ്റിലാണ്. പിന്നെ പറഞ്ഞു അത് പാഴ്സൽ കൗണ്ടറിന് അടുത്തുള്ള ആ ഒരു ഏരിയയിലേക്കാണ്. അവിടെ എത്തിയപ്പോഴാണ് അവരറിയിക്കുന്നത് ഇതുപോലെ ഈ തോടിലേക്കാണ് ആൾ കാണാതെയായിരുന്നത്. അപ്പോൾ അവിടെ അവസാനമായി കണ്ട ദൃക്സാക്ഷിയെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ച് എവിടെയാണ് അവസാനം കണ്ടതെന്ന് ചോദിച്ചറിഞ്ഞു. അപ്പോൾ തന്നെ ഡൈവിങ് സ്യൂട്ട് ഇട്ട് തന്നെ. കാരണം ഇത് ഞാൻ ഈ സർവീസിൽ ഞാനപ്പോൾ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയായിരുന്നു എൻ്റെ ജോലി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നത്. അപ്പോൾ ഇവിടുത്തെ സ്കൂബ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പം സഹപ്രവർത്തകർ പറയുന്ന കാര്യമുണ്ട്. ആമയിഴഞ്ചാൻ തോടിൽ ഇതുപോലെ പോയ ആൾക്കാരെയൊക്കെ എടുത്തിട്ടുണ്ടെന്ന്. അപ്പം ഏറ്റവും വൃത്തിഹീനമായ ഒരു തോടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് അത് ആ ഒരു മുൻകരുതലോടുകൂടി തന്നെ ഡൈവിംഗ് സൂട്ട് ഇട്ട് അതിന്റെ ബൂട്ടിയൊക്കെ ഇറങ്ങിയപ്പോൾ തന്നെ എങ്ങനെയാണ് ഒന്ന് വിജിൻ അതൊന്ന് വിശദീകരിക്കാമോ? ജനം മുഴുവൻ കണ്ടു നിൽക്കുകയായിരുന്നു. നിങ്ങൾ അതിനടിയിലേക്ക് ആണ്ടിറങ്ങി പോകുന്നു, പിന്നീട് പുറത്തേക്ക് വരുന്നു. പലപ്പോഴും നിങ്ങൾക്ക് ഭക്ഷണം നിങ്ങളുടെ കൈകൊണ്ട് കഴിക്കാൻ പറ്റില്ല, പലരും വായിൽ വെച്ച് തരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ അത്തരം വെള്ളം പോലും കൈകൊണ്ട് തൊടാൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ചെവിയിലേക്ക് ഈ വെള്ളം കയറാൻ സാധ്യതയുണ്ട്? അപ്പോൾ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക അവിടെ നിൽക്കുന്നു. നിങ്ങൾക്ക് ഓക്സിജൻ മാസ്ക് ഉണ്ട്, പക്ഷെ അപ്പോഴും ആ ദുർഗന്ധം അത് നിങ്ങൾക്ക് വരുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിനകത്തെ ഒരു അനുഭവം പറയാമോ? അതായത് ഈ ഡൈവിങ് സ്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പുറത്തെ വെള്ളം അകത്ത് അതുപോലെ തന്നെ എത്തത്തില്ല. പിന്നെ അകത്ത് ആ ഒരു ചൂട് അത്യാവശ്യം നിലനിർത്തും. പിന്നെ ഈ കടിക്കുന്ന വസ്തുക്കളുണ്ടെങ്കിൽ അത് നമുക്ക് ഏക്കത്തില്ല. അതുപോലെ ബൂട്ടി ഇട്ട് കഴിഞ്ഞാൽ കുപ്പിച്ചില്ല്, ആണി കയറാൻ സാധ്യതയുണ്ട്. പക്ഷേ കുപ്പിച്ചില്ല് പോലുള്ള ഒത്തിരി മൂർച്ചയുള്ള സാധനങ്ങളാണെങ്കിൽ ഞങ്ങളുടെ കാലിൽ അത് തുളച്ച് കയറും. ബാക്കിയുള്ള സാധനങ്ങളൊക്കെയും നമുക്ക് സേഫാണ്. അതാണ് ഈ ഡൈവിങ് സ്യൂട്ട് ഇടുന്നതിൻ്റെ അത് നമ്മൾ എപ്പോഴും ഒരു ഡൈവർ ഡൈവ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും സ്യൂട്ട് ധരിച്ചിരിക്കണമെന്നാണ്. അപ്പോൾ എന്നാലേ നമുക്ക് ഈ ആഴങ്ങളിലേക്ക്, ഇവിടെ ഇപ്പോൾ ആഴമില്ലായിരുന്നു, ഒരു പാറക്കോറി പോലുള്ള സ്ഥലങ്ങളിലും ഒത്തിരി 10 മീറ്റർ താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ പുറത്ത് കാണുന്ന തണുപ്പല്ല താഴോട്ട് പോകുന്നത്, നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നമുക്ക് താഴെ പോകുമ്പോൾ അതിൻ്റേതായ തണുപ്പ് ശരീരത്തിനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ധരിക്കുന്നത്. അപ്പോൾ ഇത് ധരിച്ചാണ് നമ്മൾ ഇങ്ങനെ ഡൈവിങ് ചെയ്യുന്നത്. അതിനകത്ത് നിങ്ങൾ കുറച്ചു നേരം നീന്തി പിന്നെ മുന്നോട്ട് പോകാത്ത അവസ്ഥയായിരുന്നല്ലോ. മാലിന്യം അങ്ങനെ പാറ പോലെ ഉറച്ചിരിക്കുന്ന സ്ഥലം, അത് എത്ര ഭാഗങ്ങളിൽ അങ്ങനെ കാണാൻ സാധിച്ചു? കാരണം ഈ 120 മീറ്റർ നീളമുള്ള ടണലിൽ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിശോധന നടത്തിയത്.
ഇത് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത് ഓരോ അതായത് ഇത് ഇൻ്റർലോക്ക് പോലെ ആണ് ഈ സാധനം ഇങ്ങനെ ബ്ലോക്കായിരിക്കുന്നത്. പലവിധ വേസ്റ്റ് നമ്മൾ ഈ സ്കൂബ സെറ്റ് ധരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ കണ്ണ്, മൂക്ക്, ഇത്രയും ഭാഗം മാത്രമേ നമുക്കിങ്ങനെ കവറായി വരൂ. ബാക്കി ഭാഗം മൊത്തം ഓപ്പണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെവിക്കകത്ത് വെള്ളം കയറാം, ചെവിക്കകത്ത് ഈ ചെളി മൊത്തം കയറാം. അതൊക്കെ സാധ്യത ഒരുപാടുണ്ട്. അതൊക്കെ ഞങ്ങൾ കഴുകിക്കളയും. പിന്നെ അതുകൂടാതെ ഇയർ ഡ്രോപ്പ് അതുപോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇതിനെ പുറത്തെത്തിക്കുക, അങ്ങനെയുള്ള മാർഗ്ഗങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഇതിപ്പോൾ നമ്മൾ ഡൈവ് ചെയ്ത് പോകുമ്പോൾ സാധാരണ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഫേസ് ചെയ്ത് അങ്ങോട്ട് ഫേസ് ചെയ്തായിരിക്കും ഡൈവ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇവിടെ സാഹചര്യം നേരെ തിരിച്ചാണ്. കാരണം നേരെ തിരിഞ്ഞ് ഓപ്പോസിറ്റ് കാല് ആദ്യം റിവേഴ്സ് മോഡലാണ് ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഈ റെസ്ക്യൂറിന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ നമുക്ക് നേരെ ആ ഒരു ഫോഴ്സോട് കൂടി തന്നെ തിരിച്ച് വരണം. ആ ഒരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ തോട്, പുഴ അതുപോലുള്ള സ്ഥലങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം വളരെ പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ റീസെൻ്റായിട്ടും ഒരു അപകടം നടന്ന് കണ്ടു. ഒരു ഫാമിലി ഒലിച്ചു പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ വെള്ളം കൂടാനും അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ വെള്ളം കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ തിരിഞ്ഞു പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ വളരെ വേഗം വെള്ളം കുറയണമെങ്കിൽ വളരെ വേഗം തന്നെ ഇവർക്ക് തിരിച്ച് ഈ നമ്മൾ ഡൈവ് ചെയ്ത് എൻട്രി ചെയ്ത് പോയ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിരിഞ്ഞു പോകുന്നത്. പല സ്ഥലങ്ങളിലും വഴിമുടക്കിയത് നമ്മളെ മാലിന്യ കൂമ്പാരമാണ്. ഈ ഹാർഡായിട്ടുള്ള, അതായത് എല്ലാം സാനിറ്ററി നാപ്കിനുണ്ട്, പിന്നെ ഈ ഇൻസുലിൻ എടുക്കുന്ന ഇതുണ്ട്. എനിക്കൊരു പ്രത്യേക അനുഭവം തോന്നിയത്, ഞാൻ ഫസ്റ്റ് പോയിട്ട് നമ്മുടെ ഫയർ റാക്ക് വെച്ചിട്ട് ഈ ഇദ്ദേഹത്തെ കാണാതായ സ്ഥലത്ത് നമുക്ക് അങ്ങോട്ട് നീങ്ങണമെങ്കിൽ ആ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്. ഞാനൊരു ഫയർ റാക്ക് വെച്ചിട്ട് ഇങ്ങനെ വലിക്കുകയാണ്. അപ്പോൾ 1-2 പ്രാവശ്യം കഴിഞ്ഞ് അടുത്ത ഇത് വലിക്കുന്ന ഒരു കവറിനകത്താണ് ഇത് പിച്ചാവുന്നത്. അതിനെ പൊട്ടിച്ചപ്പോൾ മനുഷ്യൻ്റെ ഇതെങ്ങനെയാണ് ഇത് കവറിൽ കെട്ടി എറിഞ്ഞതെന്ന് അറിയില്ല. അപ്പോൾ അതാണ് ഓപ്പണായിട്ട് വന്നത്. അതുകൂടാതെ പ്രായമുള്ളവരുടെ ഡയപ്പർ എന്ന് വേണ്ട A to Z എല്ലാ സാധനവും ഇതിൽ ഉണ്ട്. അത് നമുക്കൊരു ഭയങ്കര വെല്ലുവിളിയായിരുന്നു. എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ദൗത്യത്തിലേക്ക് ഇറങ്ങിയത് എന്നുള്ളത് ജനം കാണുകയാണ്. ഒന്നുകൂടി നന്ദി പറയുകയാണ് വിജിൻ. ഈ ദൗത്യം ഇതൊരു മാതൃകയാണ്. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്നൊരു സാഹചര്യം കൂടി നിൽക്കുകയാണ്. ഞാൻ CPM പ്രതിനിധിയിലേക്ക് ആർ ഉണ്ണികൃഷ്ണൻ. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ മന്ത്രി MP രാജേഷിൻ്റെ പ്രതികരണം, ഇപ്പോൾ ഇതിന്മേൽ കുറ്റപ്പെടുത്തുന്ന നടപടിയിലേക്ക് പ്രതിപക്ഷം പോകുന്നു. പ്രതിപക്ഷത്തിൻ്റേത് ഔചിത്യമില്ലാത്ത നിലപാടാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയാമോ? ഈ ഒരു വ്യക്തിയെ കാണാതായ അയാൾ മരിച്ചു എന്നുള്ള ഘട്ടം, അത് ഈ 2 ദിവസം കാണാതാകുമ്പോൾ തന്നെ ജീവനോടെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ള ചോദ്യം ഉയർത്തേണ്ടത് പ്രതിപക്ഷമാണ്. ആ ചോദ്യം സ്വാഭാവികമായി ഉയരില്ലേ? ഈ ഘട്ടത്തിൽ മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സ്മൃതി, ആദ്യമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സ്കൂബ ടീം അംഗം ശ്രീ വിജിലിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ആരംഭിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സ്വന്തം ജീവൻ പോലും ഭവിക്കാതെ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ ഈ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് നല്ല രൂപത്തിൽ പ്രവർത്തിച്ചതിൻ്റെ 2 ദിവസം നമ്മളെല്ലാവരും കണ്ടതുപോലെ തന്നെ നല്ല രൂപത്തിൽ ഇടപെട്ട ആളുകളാണ്. അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഒരു ആൾ അപകടത്തിൽപ്പെടുമ്പോൾ അതിന് രാഷ്ട്രീയ നിറം നൽകുന്നത് ശരിയാണോ എന്നുള്ളതാണ്. VD സതീശൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടത്. അദ്ദേഹം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. പക്ഷേ ഒരു നഗരസഭയുടെ മുനിസിപ്പാലിറ്റി നിയമം അനുസരിച്ച് അവിടെ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഇല്ല. അവിടെ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെല്ലാം ഭരണപക്ഷത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ട ആളുകളാണ് എന്നാണ് മുനിസിപ്പൽ നിയമം പറയുന്നത്. ഒരു മിനിറ്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ, അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട സാഹചര്യമില്ലെങ്കിൽ ആദ്യ ദിവസം മേയറുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്, സംശയമില്ല. റെയിൽവേ ലൈനിന് താഴേക്കൂടെ പോകുന്ന ഭാഗത്ത് അവിടെ കത്ത് കൊടുത്തിട്ടും അവർ ചെയ്തില്ല എന്നുള്ളൊക്കെ യാഥാർത്ഥ്യം നിൽക്കുന്നു. പക്ഷേ ആ പ്രതികരണം എത്ര ബാലിശമായ പ്രതികരണമാണ്. അവിടെ കിട്ടിയ വേസ്റ്റ് മുഴുവൻ റെയിൽവേയുടെ വേസ്റ്റാണെന്ന് കണ്ടാൽ അറിയാമെന്ന്. പ്ലാസ്റ്റിക് കപ്പുകൾ മാത്രം ആണ് കിട്ടിയത് എന്ന രൂപത്തിലാണ് പറഞ്ഞത്. ഇവിടെ കാണുകയല്ലേ എന്തൊക്കെയാണ് ആ മാലിന്യത്തിൽ എന്ന് വന്നുകൂടിയതെന്ന്. ഇപ്പോൾ വിജിൻ തന്നെ പറയുന്നത് കേട്ടല്ലോ, എന്താണ് പാക്കറ്റിൽ കെട്ടി എറിഞ്ഞു കളഞ്ഞത് എന്ന്. മനുഷ്യനാണ് ഇതെടുത്ത് കളയേണ്ടി വരുന്നത്, കൈകൊണ്ടാണ് എടുത്ത് കളയേണ്ടി വരുന്നത്. അല്ല,
അല്ല സ്മൃതി, അതായത് 2 ദിവസം ഇന്ന് ഈ ബോഡി കിട്ടി അടക്കം കഴിയുന്നത് വരെ ഒരു ഉറക്കം പോലും ഇല്ലാതെ, ആഹാരം പോലും കഴിക്കാതെ തിരുവനന്തപുരം നഗരസഭയുടെ മേയർ അതിനുവേണ്ടി ഒരു കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി, ഒത്തൊരുമയോടുകൂടി ഈ പ്രവർത്തനം ഫലപ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടി ഇടപെട്ട ഒരാളാണ് തിരുവനന്തപുരം നഗരസഭയുടെ മേയർ. പ്രതിസന്ധി ആദ്യം സ്മൃതി ഞാൻ എനിക്ക് പറയാനുള്ള സമയം തരണം. കാരണം ആദ്യത്തെ ബ്രേക്കിംഗ്, നിങ്ങളടക്കമുള്ള ചാനലുകൾ ആദ്യമായി ബ്രേക്ക് ചെയ്തത് തിരുവനന്തപുരം നഗരസഭയുടെ തൊഴിലാളി ഈ അപകടത്തിൽപ്പെട്ടു എന്നുള്ളതാണ്. അതിലെന്തെങ്കിലും ഒരു വസ്തുത ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണമെന്നുള്ളതാണ്. റെയിൽവേ ഏൽപ്പിച്ച കരാർ ജീവനക്കാരൻ അപകടത്തിൽപ്പെടുന്നു. ആ അപകടത്തെ അപലപിക്കേണ്ടത് തന്നെയാണ്. അതിനെ ഒരിക്കലും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ആ അപകടം നടക്കുമ്പോൾ ഇത് റെയിൽവേയുടെ സ്ഥലത്ത് വെച്ചാണ്. പല ഘട്ടത്തിലും തിരുവനന്തപുരം നഗരസഭ അവർക്ക് 3 കത്തുകൾ റെയിൽവേക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തിരുവനന്തപുരം നഗരസഭയുടെ സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുണ്ട്. 2022 മീറ്റിംഗ് കൂടുമ്പോൾ മന്ത്രിയുടെ മീറ്റിങ്ങിലടക്കം പല മന്ത്രിമാർ മീറ്റിംഗ് വിളിച്ചാൽ റെയിൽവേയുടെ ആളുകൾ മീറ്റിങ്ങിൽ പങ്കെടുക്കാറില്ല. ഏതെങ്കിലും PR വർക്ക് ചെയ്യുന്ന PRA അടക്കമുള്ള ആളുകളെ ആ മീറ്റിങ്ങിലേക്ക് അയക്കുന്നതാണ് റെയിൽവേയുടെ പതിവ്. ആ റെയിൽവേയുടെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ റെയിൽവേയുടെ റെയിൽവേയിലേക്ക് കയറാൻ വേണ്ടി കഴിയില്ല. ആ സാഹചര്യത്തിൽ നമ്മുടെ തൊഴിലാളികളെ അടക്കം ശ്രീ VK പ്രശാന്ത് മേയറായിരിക്കുന്ന ഘട്ടത്തിൽ അവിടെ വൃത്തിയാക്കാൻ കയറിയ തൊഴിലാളികളെയൊക്കെ അടക്കം കേസെടുക്കുന്ന രൂപത്തിൽ റെയിൽവേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടം, ഈ ഒരു കാരണങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ആ റെയിൽവേയുടെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ല. മാത്രമല്ല, ഒരു കരാറുകാരെ ഏൽപ്പിച്ച ശേഷം ഒരു സംവിധാനവുമില്ലാതെ ഈ ശുചീകരണ തൊഴിലാളികളെ അങ്ങ് ഇറക്കി വിടുകയായിരുന്നു. അതിന്റെ കുറ്റം അവർക്ക് മേൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ശ്രീ ഉണ്ണികൃഷ്ണൻ, ബാക്കി എല്ലായിടത്തും നല്ല ശുചിയായി കിടക്കുകയാണല്ലോ അല്ലേ കനാൽ? ഇന്ന് എവിടെയാണ് വന്ന് മൃതദേഹം അടിഞ്ഞത്? നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള സ്ഥലത്താണ് മൃതദേഹം വന്നടിഞ്ഞത്. അവിടെ ദിവസങ്ങളോളം കാലങ്ങളോളം അവിടെ ഉറച്ചുപോയ മാലിന്യം അത് കാണാം. എവിടെയാണ് ഇത് ഉറച്ചുപോയ മാലിന്യം? അവിടെയാണ് നിങ്ങൾ ഉറച്ചുപോയ മാലിന്യം. റെയിൽവേയുടെ ടണലിനകത്താണ് ഉറച്ചുപോയ മാലിന്യം ഉള്ളത്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ചവറുകൾ അതുവഴി വരുന്നുണ്ടെങ്കിൽ ചവർ വെച്ച് തടയാൻ എത്ര മാർഗം റെയിൽവേക്കുണ്ട്. എന്തുകൊണ്ട് റെയിൽവേ അത് സ്വീകരിക്കുന്നില്ല? റെയിൽവേ അത് സ്വീകരിക്കാതെ ഇങ്ങനെ ഒരു അപകടഘട്ടം വരുമ്പോൾ നമ്മുടെ മേൽ പഴിചാരുകയാണ്. 2, ഇന്ന് ഈ ജോയിയുടെ ശവശരീരം കിട്ടിയ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട്, നഗരസഭ കൃത്യമായി ആ ചവർ മാറ്റുന്നുണ്ട്. എല്ലാ ദിവസവും അവിടെ തൊഴിലാളികൾ വന്ന് ഈ ചവർ മാറ്റുന്നുണ്ട്. ആ മാറ്റുന്ന ജോലി കൃത്യമായി തിരുവനന്തപുരം നഗരസഭ ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ ആ വാർത്ത കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ആ പഴവങ്ങാടിയിൽ അവിടെ വന്നടിയുന്ന വേസ്റ്റുകൾ കൃത്യമായി നമ്മൾ മാറ്റുന്നുണ്ട്. ഈ ബോഡി പോലും കണ്ടത് അവിടെ 8 മണിക്ക് വന്ന ഉണ്ണികൃഷ്ണൻ. എല്ലാ വീടുകളിൽ നിന്നും എല്ലാ ദിവസവും ചവറെടുക്കുന്നുണ്ടാകാം. പക്ഷേ അത് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നിടത്താണല്ലോ പ്രശ്നം. എല്ലാ ദിവസവും എടുക്കുന്ന മാലിന്യത്തിലാണോ ഇപ്പോൾ ഈ പറയുന്ന താങ്കളിപ്പോൾ നന്ദി അറിയിച്ച വിജിൻ അടക്കമുള്ളവർ ഈ 3 ദിവസം തപ്പിയത്? അവരോടെങ്കിലും ഒരു മര്യാദ കാണിക്കൂ. എല്ലാ ദിവസവും മാലിന്യം എടുക്കുന്ന ഒരു സ്ഥലം ഈ റെയിൽവേയുടെ ധാവട്ടത്ത് മാത്രമാണോ? സ്മൃതി, ഒന്നുകിൽ എന്നെ പറഞ്ഞ് പൂർത്തിയാക്കാനുള്ള സമയം എനിക്ക് തരണം. നിങ്ങൾ പറയുന്ന എല്ലാം കേട്ടിട്ടാണ് ഞാൻ മറുപടി പറയുന്നത്. 2, നിങ്ങൾ ഈ വിജിനടക്കമുള്ള സ്കൂബ ഡൈവേഴ്സ് അടക്കം ഉള്ള ആളുകൾ അവിടെ ഈ പറയുന്ന ദൗത്യം ഏറ്റെടുത്തത് ഈ പറയുന്ന റെയിൽവേയുടെ പോർഷനിലാണ്. ശ്രീ വിജിൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എവിടെയാണ് ഈ ചവർ അടിഞ്ഞു കിടക്കുന്നത്? ഈ ചവർ അടിഞ്ഞു കിടക്കുന്നത് റെയിൽവേയുടെ ടണലിനകത്താണ്. ആ ടണലിനകത്താണ് ഈ ചവർ അടിഞ്ഞു കിടക്കുന്നത്. അവിടെയാണ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം കിട്ടുന്നത്. ഈ പറയുന്ന പഴവങ്ങാടി അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയുടെ പോർഷൻ വരുന്ന സ്ഥലത്ത് ഇതില്ല. ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല ആരെയും, ഇപ്പോൾ റെയിൽവേ ആയാലും തിരുവനന്തപുരം നഗരസഭയായാലും ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷേ ഈ ഒരു ദൗത്യം നമ്മളെല്ലാവരും ഒരുമിച്ച് ഏറ്റെടുത്തതാണ്. ഈ ചവർ എന്ന് പറയുന്ന മാലിന്യം ഞങ്ങൾ ഒഴിവാക്കേണ്ടത് തന്നെയാണ്. അതിൽ
ആരെ പേരിലും പഴിചാരി കിട്ടി യാതൊരു കാര്യവുമില്ല. ഈ ഒരു വിഷയം നടക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയായിരുന്നു, ഒരാൾ പോലും പറഞ്ഞില്ല ശശി തരൂർ എവിടെയാണ്, ശ്രീ ശശി തരൂർ MP എവിടെയാണെന്ന് ആരും ചോദിച്ചില്ല. ഇന്ന് ഈ നിമിഷം വരെ ചോദിച്ചിട്ടില്ല. കാരണം അത് ചോദിക്കേണ്ട ആവശ്യമില്ല. അത് കണ്ടറിഞ്ഞ് അവിടെ എത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ ചോദിച്ചിട്ടില്ല. പക്ഷേ അത് പഴിചാരലിലേക്ക് എത്തുന്നത് ഈ VD സതീശനിലേക്ക് എത്തുമ്പോഴാണ്. VD സതീശൻ എല്ലാ കാര്യത്തിലും, ഞാൻ പറയട്ടെ, സ്മൃതി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, VD സതീശൻ എല്ലാ കാര്യത്തിലും ഈ പറയുന്ന രൂപത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ തന്നെ വേറെ രൂപത്തിലേക്ക് വക്രീകരിച്ച് കാണിക്കാൻ വേണ്ടി മാത്രം ഇടപെടുന്ന ഒരു പ്രതിപക്ഷ നേതാവ് മാറുന്നു. അതാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. കാരണം ഈ ദുഃഖകരമായ ഘട്ടത്തിൽ പോലും എങ്ങനെയാണ് രക്തം കുടിക്കുന്നത് എന്ന് ഒരു പ്രതിപക്ഷ നേതാവ് തെളിയിച്ചു എന്നുള്ളതാണ്. ശ്രീ ആർ ഉണ്ണികൃഷ്ണൻ, കഴിഞ്ഞ മെയ്യിൽ അതിശക്തമായ മഴ പെയ്തപ്പോൾ തിരുവനന്തപുരം വെള്ളത്തിനടിയിലായോ ഇല്ലയോ? എന്തുകൊണ്ടായിരുന്നു സംഭവിച്ചത്? അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു? വളരെ വേഗം ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു അല്ലേ? അപ്പോൾ ഇത് സംഭവിക്കാറുള്ള കാര്യമാണ്. സ്മൃതി, അതെങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിലെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പിഴവുകൾ കൂടി സമ്മതിക്കുക എന്നിടത്താണ് ഒരു തിരുത്തലേക്ക് കടക്കാൻ പറ്റുക. ശ്രീ ആർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല. ശ്രീ ഉണ്ണികൃഷ്ണൻ, നിങ്ങളെ മാത്രം ഉത്തരവാദിത്തമാണ്. എന്റെയും സ്മൃതി അടക്കമുള്ള മാധ്യമ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. ആളുകളെ, ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തിരുവനന്തപുരം നഗരസഭ ഇടുന്നത് പോലെ, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്തുകൾ ഇടപെടുന്നത് പോലെ മാധ്യമ പ്രവർത്തകർ ഞങ്ങളോടൊപ്പം കൈകോർത്ത് ആ ദൗത്യം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. RS രാജീവ്, നിങ്ങൾ റെയിൽവേയുടെ നിലപാടിനോടുള്ള പ്രതികരണമാണ് എനിക്ക് കേൾക്കേണ്ടത്. ഇപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് കേട്ടല്ലോ. റെയിൽവേയുടെ ചുമതലയുള്ള, റെയിൽവേക്ക് കീഴിലുള്ള ഭാഗത്താണ് ഈ പാറ പോലെ ഉറച്ച മാലിന്യമുള്ളത്. അപ്പുറത്തേക്കൊക്കെ കൃത്യമായി എല്ലാ ദിവസവും എന്ന പോലെ ശുചിയാക്കൽ നടക്കുന്നു എന്നുള്ളൊരു വിഷയം. മാത്രമല്ല, റെയിൽവേ നടപടിയെടുത്തില്ല. റെയിൽവേയാണ് ഈ മരണത്തിന് ഉത്തരവാദി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൽ ഇന്ന് കോടതിയും ചില നിർണായകമായ ചോദ്യങ്ങൾ റെയിൽവേയോട് ചോദിക്കുന്നുണ്ട്. റിപ്പോർട്ട് നൽകേണ്ടി വരും. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഇതിനകത്ത് ഒരു കാര്യം, ആദ്യം തന്നെ വിജിലൻസ് ഉൾപ്പെടെയുള്ള, നേവി ഉൾപ്പെടെയുള്ള എല്ലാ ഈ സന്നദ്ധ പ്രവർത്തനത്തിൽ ഇറങ്ങിയ ആൾക്കാരെയും അഭിനന്ദിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെയിൽവേയുടെ കാര്യം ഇദ്ദേഹം പറഞ്ഞു. വെറും 713 മീറ്ററുള്ള സ്ഥലത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ മാലിന്യം വന്ന് അടിഞ്ഞത് എവിടെ നിന്നാണ്? റെയിൽവേയുടെ മാത്രമാണോ? 2017 2013 ആ റെയിൽവേയുടെ ടണൽ വൃത്തിയാക്കിയ ആരാണ്? തിരുവനന്തപുരം നഗരസഭയല്ലേ. ഇനി റെയിൽവേ അത് ചെയ്തില്ല, അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും തിരുവനന്തപുരം നഗരസഭയ്ക്കുണ്ടല്ലോ. നഗരസഭ എന്തുകൊണ്ട് അത് ചെയ്തില്ല? നഗരസഭ ചെയ്തത് മാത്രമല്ല, മന്ത്രിമാരുണ്ടല്ലോ, സംസ്ഥാന ഗവൺമെൻറ് ഇടപെടണമല്ലോ. അതിൽ ഇടപെട്ടുകൊണ്ട് അതിനെ തീരുമാനം ഉണ്ടാക്കണമെന്ന്. ഇതല്ല. ഇതെന്ന് പറയുന്നത് ഈ വിഷയമുണ്ടായപ്പോൾ ഉണ്ടായ കാരണം, രാഷ്ട്രീയപരമായിട്ട് പറയുന്നതല്ല. സ്മൃതി തന്നെ നോക്കണം. കഴിഞ്ഞ 60 വർഷം നമ്മൾ പണ്ട് തിരുവനന്തപുരം നഗരത്തെക്കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞ നിത്യഹരിത നഗരം എന്നാണ്. ഇന്നത് നിത്യ മാലിന്യ നഗരമാക്കിയത് ആരാണ്? ഈ രാജ്യത്ത് സമ്പൂർണ്ണ പ്ലാസ്റ്റിക് നിരോധനം പ്ലാസ്റ്റിക് നിരോധനം ഉണ്ടോ? ശ്രീ RS രാജീവ്, ഇതിലൊക്കെ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടല്ലോ. ജനങ്ങളുടെ നഗരസഭ ഭരിക്കുന്ന ആരാണ്? സ്മൃതി, ഞാനൊന്ന് പറയട്ടെ സ്മൃതി. ഞാനൊന്ന് പറയട്ടെ. 2022 മന്ത്രിസഭാ യോഗം കൂടിയിട്ട് തിരുവനന്തപുരത്തെ ഈ തണ്ണീർത്തടം സംരക്ഷിക്കാൻ വേണ്ടി 24 കോടി രൂപ കൊടുത്തു. ഈ തണ്ണീർത്തടങ്ങളിൽ മുഴുവനുള്ള അഴുക്ക് മാറ്റുവാൻ വേണ്ടി 24 കോടി കൊടുത്തു. അതിനുശേഷം 2017 മുതൽ 2024 വരെ 43 കോടി രൂപ കൊടുത്തു. ഈ കഴിഞ്ഞ വർഷത്തെ കൊടുത്ത 8 കോടിയിൽ 2.6 കോടിയെ ചെലവഴിച്ചിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കി കണക്കുകൾ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടി കൊടുത്തു? എന്തുകൊണ്ട് ഇത് പാഴായിപ്പോയി? എന്തുകൊണ്ട് കൃത്യമായിട്ട് ഈ ആമഴിഞ്ഞാൽ തോട് ഉൾപ്പെടെയുള്ള ഈ കഴിഞ്ഞ മെയ്യിൽ കണ്ണമൂല ഭാഗത്ത് കെട്ടിയിട്ടുള്ള പാലം, ആ പാലത്തിൻ്റെ അടിയിൽ ഈ എല്ലാം വന്ന് അടിഞ്ഞു കൂടുന്നു. അത് പാലം അശാസ്ത്രീയമായി നിർമ്മിച്ചതാണ്, അത് മാറ്റണമെന്ന് പറഞ്ഞു. മാറ്റിയോ? തിരുവനന്തപുരത്ത് മാത്രമുള്ള മഴക്കെട്ട് ഇന്ന് ഏതുവരെയായെന്ന് പറയുമ്പോൾ അമ്പലമുക്ക്, പേരൂർക്കട, ഗൗരീശവട്ടം വരെയായി. എന്തുകൊണ്ടാണ്? ഈ ഓടകളെല്ലാം ഈ തോടുകളെല്ലാം ഈ ചവറുകൾ കൊണ്ട് നിൽക്കുകയാണ്. അതൊന്ന്. 2, ഇത്രയും കാര്യമായിട്ട് കാര്യക്ഷമ ഓടിച്ച് ഇന്ന് നമ്മുടെ MP രാജേഷ്, മന്ത്രി MP രാജേഷ് പറഞ്ഞ എന്താണ്? കഴിഞ്ഞ 1 വർഷം കൊണ്ടാണ് ഞങ്ങൾ ഈ പണിക്ക് ഇറങ്ങിയതെന്നാണ്. MP രാജേഷ് പറയുമ്പോൾ ഇത്രയും വർഷം അവരെന്ത് ചെയ്തു?
തിരുവനന്തപുരത്ത് മാലിന്യം സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് ഉണ്ടോ? എവിടെയൊക്കെ നഗരസഭ പഠിച്ചു? തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങൾ ഏതൊക്കെ രാഷ്ട്രങ്ങളിൽ പോയി പഠിച്ചു മാലിന്യ സംസ്കരണത്തിന് വേണ്ടി? എത്ര കോടി രൂപ ചെലവാക്കി? ഇവിടെ ഒരു മാലിന്യ പ്ലാൻ ഉണ്ടോ? വീട്ടിൽ മറ്റേ ഉറവിടത്തിൽ സംസ്കരണം എത്ര കോടി ചെലവഴിച്ചു? ഉറവിടത്തിൽ സംസ്കരണം നടക്കുന്നുണ്ടോ? ഇന്നത്തെ മന്ത്രിയും അന്ന് പഴയ മേയറുമായിട്ടുള്ള ശിവൻകുട്ടി മേയറായിരിക്കുമ്പോഴാണ് ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി നടപ്പിലാക്കിയത്. അവസാനം ആ കാട്ടാക്കട പ്രദേശം മുഴുവൻ ചവറുകൂന്മയായി. അതിനപ്പുറത്തേക്ക് എന്തിനാണ്? ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലെന്നേ. അത് പ്ലാനിങ് ഇല്ലാതെ ഇരുന്നിട്ട് കഴിവുകേടിന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ? കഴിവുകേടിന് കരഞ്ഞിട്ട് കാര്യമില്ല. കഴിവുകേട് നികത്താനുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. തനിക്ക് ഈ മേയറെ സംബന്ധിച്ചിടത്തോളം മേയർ കൃത്യമായിട്ട് എന്ത് കാര്യത്തിലാണ് ഇടപെടുന്നത്, എന്ത് വിഷയത്തിലാണ് ഇടപെടുന്നത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കണമല്ലോ. കഴിഞ്ഞ 4 വർഷക്കാലമായല്ലോ. അതിന് മുമ്പിരുന്ന ശ്രീ പ്രശാന്ത് ഇന്ന് MLA കൂടിയാണല്ലോ. തിരുവനന്തപുരത്ത് വഴക്കെട്ടുണ്ട്, പ്രശ്നമാണ് എന്ന് എല്ലാം അറിയാമല്ലോ. എന്തെങ്കിലും ഒരു പരിഹാരം. നാൾ പോയുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഇന്നാണെങ്കിൽ റോഡ് വഴി നടക്കാൻ പോലും പറ്റുന്നില്ല. കോടിക്കണക്കിന് രൂപ റോഡിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റിയും അമൃത് സിറ്റിയുടെയും പേരിൽ കേന്ദ്ര സർക്കാർ കൊടുത്ത കോടിക്കണക്കിന് രൂപയാണ് കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും തങ്ങളുടേതല്ല. ആ ടണലിരിക്കുന്ന ഭാഗത്ത് മാത്രമാണ്. റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടെങ്കിൽ റെയിൽവേക്കെതിരെ നടപടിയെടുക്കണം. അഡ്വക്കേറ്റ് RS രാജീവ്, വീഴ്ച നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല എന്നാണോ? 3 തവണ കത്ത് നൽകി, പിന്നെ നിയമ നടപടിയിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞു. ബോധ്യമായിട്ടില്ല എന്നല്ലോ. അപ്പൊ നിങ്ങളുടെ ബോധ്യം എന്താണെന്ന് പറയൂ. റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയെക്കുറിച്ച് BJPയുടെ ബോധ്യം അല്ല, നിങ്ങളുടെ ബോധ്യം റെയിൽവേ കൊണ്ട് അത് ചെയ്യിക്കുക എന്നുള്ള ആർജവത്തിന് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടതാണല്ലോ. BJP പറഞ്ഞല്ലോ, നഗരസഭ ഒന്നായി നിൽക്കണമല്ലോ. രാവിലെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞു അതിനകത്ത് വീഴ്ച ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം. വീഴ്ചയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ബോധ്യമാണോ എന്നുള്ള ചോദ്യമാണ്. അഡ്വക്കേറ്റ് RS രാജീവ്, വീഴ്ചയുണ്ട് എന്നുള്ള ബോധ്യമുണ്ടോ? ഈ ജോയ് അടക്കമുള്ള ശുചീകരണ തൊഴിലാളികളെ ഒരു സുരക്ഷാ സംവിധാനവും ഇല്ലാതെ അവിടെ ശുചീകരണത്തിന് ഇറക്കി വിട്ടതിന് ഉത്തരവാദിത്തമാർക്കാണ്? എങ്ങനെയാണ് ഒരു കരാർ നൽകുക? ഇവിടെ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. ഇവിടെ തോട്ടിപ്പണി നിരോധിച്ചിട്ടുണ്ട് നിയമം മൂലം. തോട്ടിപ്പണി നിരോധിച്ചിട്ടുണ്ട് നിയമം മൂലം. ഞാൻ പറയട്ടെ അതെ, എനിക്കറിയാം. തീർച്ചയായിട്ടും ഇല്ലെന്ന് പറയുന്നല്ലോ. ആ റെയിൽവേ കൊടുത്ത കോൺട്രാക്ടറിനെ ഇറക്കിയത്. ആ ഇന്നലെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ, ആ മെഡിക്കൽ കോളേജിനകത്ത് ഒരു ദിവസം പൂർണ്ണമായിട്ട് രോഗി 3 പേരെ സസ്പെൻഡ് ചെയ്തല്ലോ. ആണോ? അതുപോലെയാണിത്. ഇത് റെയിൽവേ കോൺട്രാക്ട് കൊടുത്ത ഒരു കാര്യമാണ്. ആ കോൺട്രാക്ട് കൊടുത്തിട്ടുള്ള അപാകത ഉണ്ടെങ്കിലും കോൺട്രാക്ട് കൊടുക്കുമ്പോൾ എന്താണ് മാനദണ്ഡം? ആർക്കാണ് കോൺട്രാക്ട് കൊടുക്കുന്നത്? എന്തിനാണ് കോൺട്രാക്ട് കൊടുക്കുന്നത്? എങ്ങനെ വേണം ശുചീകരണം എന്നുള്ളതൊക്കെ പറയില്ലേ? ഇതിനൊന്നും കൃത്യമായ മാനദണ്ഡങ്ങളില്ലേ? വെറുതെ അങ്ങ് കോൺട്രാക്ട് കൊടുക്കുകയാണ്. അത് പറയണ്ടെന്ന് പറയണില്ലല്ലോ. എന്താണ് നിയമം അനുശാസിക്കുന്നത് അതനുസരിച്ച് പോകണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ ഒരു റെയിൽവേ മാത്രമാണ് കുറ്റം, അല്ലെങ്കിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള കുറ്റമാണെന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് കഴിഞ്ഞ എത്രയും വർഷങ്ങളോട് കൂടി അടിഞ്ഞുകൂടിയ സാധനങ്ങൾ എടുത്ത് പറക്കാനുള്ള വിവേചനം വന്നത് ഇപ്പോഴാണ്. എന്തുകൊണ്ട് വന്നു? അവിടെ ചിന്തിക്കണ്ടേ നമുക്ക്? നമ്മൾ ചിന്തിക്കേണ്ട ഒരു മഴ വരുമ്പോഴും ഒരു പാവപ്പെട്ടവന്റെ മരണം ഉണ്ടാകുമ്പോഴും മാത്രം ചിന്തിച്ചു പോകേണ്ട കാര്യമാണോ? വലിയൊരു അപകടം വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്തുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് തിരുവനന്തപുരത്തെ നഗരത്തിനകത്തുള്ള മുഴുവൻ പാർവതി പുത്തനാറുണ്ട്, ആമയഞ്ചാൻ തോടുണ്ട്, കിള്ളിയാറുണ്ട്, കരമറയാറുണ്ട്. ഞാൻ കേൾക്കട്ടെ സ്മൃതി, നഗരസഭയ്ക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പറയുന്നു, ഈ തോടുകൾ അടുത്തൂടെ പോകുന്ന സ്ഥാപനങ്ങൾ, തോടുകൾ വെട്ടിപ്പിടിച്ച് അതിന്റെ മേലിൽ നടത്തുന്ന നിർമ്മാണങ്ങൾ, ഹോസ്പിറ്റൽ ഉൾപ്പെടെ നിന്നും പുറത്തു വരുന്ന മാലിന്യങ്ങൾ തടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. എവിടെ നടപടിയെടുത്തു? ഏത് നടപടിയാണ് എടുത്തത്? ഓപ്പറേഷൻ അനന്ത തുടങ്ങുന്ന ഘട്ടത്തിൽ എവിടെയാണ് ഓപ്പറേഷൻ അനന്ത? എന്തുകൊണ്ട് പൂട്ടി? ഓപ്പറേഷൻ അനന്ത മുന്നോട്ട് കൊണ്ടുപോയാൽ ചിലപ്പോൾ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഓപ്പറേഷൻ അനന്ത ഫ്രീസറിലായി. യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ തിരുവനന്തപുരത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. ശരി, തിരുവനന്തപുരത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഞാൻ അനുഗ്രഹിക്കുന്നു. കൃഷ്ണൻ പറഞ്ഞത് കേട്ടല്ലോ. സ്ഥലം MP എവിടെ? ശരി, സ്ഥലം MP എവിടെ? അല്ല, അതിലേക്കൊക്കെ വരാം. ശശി തരൂർ സ്ഥലം MP ആണ്. അതിലുപരി ഭരണപരമായ ഉത്തരവാദിത്വം എന്നുണ്ടല്ലോ. ഇവിടെ CPMന്റെ പ്രതിനിധി നിരന്തരം പറയുന്നത് റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവമാണ്. റെയിൽവേ വിശുദ്ധ പശുവൊന്നുമല്ല. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് അലംഭാവം ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ആരും പറയുന്നില്ല. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ സാധാരണക്കാരുടെ വീടുകളിൽ പോയി സർക്കാർ യൂസർ ഫീ പിരിക്കുന്നുണ്ട്.
ഇവിടെ ഹരിത കർമ്മസേന എന്ന പേരിൽ സർക്കാർ യൂസർ ഫീ പിരിക്കുന്നു. അതൊരു സാധാരണക്കാരൻ കൊടുത്തില്ലെങ്കിൽ അയാളുടെ അച്ഛൻ മരിച്ച് വീട്ടിൽ നിന്ന് പഞ്ചായത്തിലേക്ക് മരണ സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചാൽ മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല. അതിനൊരു സംസ്കാരമായിട്ടാണ് കാണേണ്ടത്. നിഷേധിക്കുകയാണ്. ശ്രീ അനൂപ്, അതിനൊരു സംസ്കാരമായിട്ടാണ് കാണേണ്ടത്. നമ്മുടെ വീട്ടിലെ മാലിന്യം കൊണ്ടുപോകുന്ന തൊഴിലാളികൾക്കല്ലേ ആ പണം? ആ സംസ്കാരത്തെ അതൊരു കുറ്റപ്പെടുത്തലായി ആ രൂപത്തിൽ അതിനെ കാണരുത്. അല്ല, സ്മൃതി മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരന് അവന് ഈ പറയുന്ന നാമമാത്രമായ എന്ന് നമ്മൾ പറയുന്ന അവനെ സംബന്ധിച്ചൊരു വലിയ തുക കൊടുക്കാൻ കഴിയാതെ വരുന്ന ഒരാൾക്ക് അവൻ്റെ അടിയന്തരമായി അവൻ്റെ അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റ് നിഷേധിക്കപ്പെടുമ്പോൾ റെയിൽവേ പോലൊരു സ്ഥാപനം നിരന്തരമായി മാലിന്യം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അനധികൃതമായി ഓടകളിലേക്ക് തള്ളുമ്പോൾ തലസ്ഥാനത്ത് സംസ്ഥാന ഗവൺമെന്റിന്റെ മൂക്കിന് താഴെ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ നിശബ്ദരായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് MP രാജേഷിന്റെ പത്രസമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് റെയിൽവേക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് എടുത്തില്ല? കാലവർഷം അടിയന്തരമായി മുന്നിൽ വരുമ്പോൾ റെയിൽവേ കുറ്റം പറഞ്ഞു മാറി നിൽക്കാൻ കഴിയുമെന്നാണോ സംസ്ഥാന സർക്കാർ വിചാരിക്കുന്നത്? ഇവിടെ സ്മൃതി തന്നെ സൂചിപ്പിച്ചു, മാനുവൽ സ്കാവഞ്ചിങ് പോലെ ഇവിടെ സുപ്രീം കോടതി നിരോധിച്ച ഒരു തൊഴിൽ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം അതുകൂടി നമ്മൾ ചർച്ച ചെയ്യണം. പുരോഗമന കേരളത്തിൽ ആളുകൾക്ക് ഇത് ചെയ്യേണ്ടി വരുന്നു. ഇവിടെ സർക്കാരിന് അത് സാങ്കേതികമായി അത് നീക്കം ചെയ്യാനുള്ള ഇത്ര വലിയ സാങ്കേതിക വിസ്ഫോടനത്തെ കുറിച്ച് സംസാരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് മനുഷ്യനെ കൊണ്ട് തന്നെ മനുഷ്യന്റെ മാലിന്യം എടുക്കുന്ന അവസ്ഥയിലേക്ക് ഇടതുപക്ഷ സർക്കാർ എത്തിയെങ്കിൽ അതിന് ഉത്തരം പറയാൻ ഇവർക്ക് ബാധ്യതയില്ലേ? ഇത് ആരുടെ പരാജയമാണ്? ഇത് റെയിൽവേയുടെ ഇത് തിരുവനന്തപുരത്ത് മാത്രം സംഭവിക്കുന്നതാണോ? തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ മാത്രം സംഭവിക്കുന്ന പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റപ്പെട്ടൊരു സംഭവമാണോ? കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ഇതുണ്ട്. റെയിൽവേ സ്റ്റേഷൻ ഉള്ളിടത്തും റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്തിടത്തുണ്ട്. കാനകൾ വൃത്തിയാക്കപ്പെടാതെ കിടക്കുന്നു. കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് തന്നെ പലരും ചൂണ്ടിക്കാട്ടി കേരളത്തിൽ പ്രളയം രൂക്ഷമാകാൻ, കേരളത്തിലെ റോഡുകൾ മുങ്ങാൻ, കേരളത്തിൽ ഫ്ളാറ്റുകൾ മുങ്ങാൻ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കാനകൾ വൃത്തിയാക്കാത്തതാണ്. അതൊരു മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ആണ് എന്ന് പല കുറി വിദഗ്ധരായ ആളുകൾ പറഞ്ഞു. പിന്നെ പ്രതിപക്ഷം ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ പ്രതിപക്ഷം എന്തോ ആവശ്യമില്ലാത്തത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരേ ഒരു മറുപടിയാണുള്ളത്. പിണറായി വിജയൻ എന്ന് പറയുന്നത് ജനാധിപത്യ ക്രമത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാ. തിരുവിതാംകൂർ മഹാരാജാവല്ല, രാജഭരണകാലമല്ല, സർ CP-യുടെ ഭരണകാലമല്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അത് ചൂണ്ടിക്കാണിക്കും. അതിനു വേണ്ടി തന്നെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്നത്. വളരെ കൃത്യമല്ല. നിങ്ങൾ ഇവിടെ കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിച്ചാൽ ദേശവിരുദ്ധരായി ചിത്രീകരിക്കുന്നത് പോലെ സംസ്ഥാനത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് അവരെയൊക്കെ സാമൂഹിക വിരുദ്ധരായി ചിത്രീകരിക്കുന്ന, സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിര് നിൽക്കുന്ന ആളുകളായി ചിത്രീകരിക്കുന്ന, അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്. തീർച്ചയായും ഇത് എണ്ണി ജനങ്ങളുടെ മുന്നിൽ വെച്ച് അത് ചോദ്യം ചെയ്തുകൊണ്ട് ജനങ്ങളെ സമീപിക്കുക എന്നുള്ള പ്രതിപക്ഷ ധർമ്മമാണ്, പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ കൊച്ചി കോർപ്പറേഷൻ UDF ഭരിക്കുന്ന കാലത്ത് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അന്നും കോടതി ഇടപെടുകയും കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനം ഉയരുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സ്ഥലത്തെ മാത്രം കാര്യമല്ല. ഇവിടെ ഇപ്പോൾ ജീവൻ പോയിരിക്കുന്നു എന്നിടത്ത് നമ്മളിത് ചർച്ച ചെയ്യുന്നു. ഇക്കാര്യത്തിൽ സമഗ്രമായൊരു നയരൂപീകരണവും പ്രവർത്തന പദ്ധതിയും ആക്ഷൻ പ്ലാനും വേണമെന്ന് പറയുമ്പോൾ ഇതെല്ലാ കൊല്ലവും ഇത് ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായി എന്നുള്ളതല്ലല്ലോ. കേരളത്തിൽ പ്രളയം എന്ന് പറയുന്നത് 2 മഴ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ ഏത് നഗരത്തിലായാലും സമാനമായ സാഹചര്യമാണ്. ദുരന്തത്തെക്കുറിച്ചുള്ള ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? ദുരന്തം എന്ന് പറയുന്ന ഡെഫിനിഷൻ എന്താ? അത് അപ്രതീക്ഷിതമായി നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ഒന്നിനെയാണ് നമ്മൾ ദുരന്തം എന്ന് പറയുന്നത്. ഇത് ദുരന്തമല്ല. കേരളത്തിൽ 2 മഴ സ്ഥിരമായി തുടർച്ചയായി പെയ്താൽ ഏത് നഗരവും അഭിമുഖീകരിക്കുന്ന വളരെ സ്വാഭാവികമായ ഒന്നാണ്. അതിന് നമ്മൾ ദുരന്തം എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ കഴിയില്ല. ഒരു ദുരന്തം അപ്രതീക്ഷിതമായി വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സ്മൃതി പറഞ്ഞത് കാര്യമാണ്. പക്ഷേ ഇവിടെ ദുരന്തമല്ലല്ലോ, എല്ലാ വർഷവും ഉള്ളതല്ലേ. ഇപ്പോൾ ഇത്ര വലിയ ഗുരുതരമായ ഒന്ന് സംഭവിച്ചതുകൊണ്ട് നമ്മളത് ചർച്ച ചെയ്യുന്നു. പക്ഷെ കേരളത്തിൽ വർഷങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? ഈ പ്രളയത്തിന് ശേഷവും പ്രളയത്തിന് മുന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗവൺമെന്റ് ഒളിച്ചോടുന്നു. ഗവൺമെന്റിന്റെ മുൻഗണനകളിൽ പ്രയോറിറ്റീസിൽ അതില്ല എന്നാണ് പ്രതിപക്ഷം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറയുമ്പോൾ ഒരു അമിത വൈകാരികത പുറംകാഴ്ചക്കാരാണ്, പുറത്തുനിന്ന് നോക്കേണ്ടവരാണ്. ഉണ്ണികൃഷ്ണൻ വരാം. ഞാൻ വിജിനിലേക്ക് വീണ്ടും പോകുന്നു. വിജിൻ ഇപ്പോൾ രാഷ്ട്രീയ പ്രതികരണങ്ങളൊക്കെയാണ് കാണുന്നത്.
വിജിനെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രതികരണം സാധ്യമല്ലതാനും. പക്ഷേ എന്താണ് ഒരു പ്രതിവിധി എന്ന ഇതിനിടയിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ 3 ദിവസം കൊണ്ട് ചില കാര്യങ്ങൾ ബോധ്യമായിരിക്കുമല്ലോ. എന്താണ് ആദ്യം തുടങ്ങേണ്ടത് വിജി? ആദ്യം തുടങ്ങേണ്ടത്, ഞാൻ അവിടെ വന്ന മാധ്യമപ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്കിപ്പോൾ ഒരു പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. കാരണം ഇനിയൊരു തലമുറ എങ്കിലും നമ്മുടെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഈ പുതിയ തലമുറ അവരുടെ പാഠ്യവിഷയങ്ങളിൽ ഇത് ഉറപ്പായിട്ടും ഇതാക്കണം. അതായത് ഈ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നാം തന്നെ നമ്മുടെ കയ്യിലെ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം, അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മറ്റ് രാജ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ റോഡിനകത്തൊരു വേസ്റ്റോ മറ്റോ അങ്ങനെയുള്ളതൊന്നും കാണില്ല. ഇതൊന്നാമത്തെ കാര്യം. അടുത്തത്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ജോലിക്ക് ഇറങ്ങുന്ന ആൾക്കാരോടാണ് എനിക്ക് ഇതിനി പറയാനുള്ളത്. കാരണം ഇത് ഇവിടെ മാത്രം നടന്ന ഒരു കാര്യമല്ല. മുന്നേയും എൻ്റെ ഓർമ്മ ശരിയായി 2021 തോന്നുന്നു, കുളമാവ് ഡാമിൽ മീൻ പിടിക്കാൻ പോയ 2 സഹോദരങ്ങൾ അവർ ബോട്ട് മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടു. അവരും ഇതുപോലെ ഞങ്ങളും 6-8 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവരുടെ ബോഡി റിക്കവർ ചെയ്യാൻ സാധിച്ചത്. അത്രയും വലിയ വൈഡ് ഏരിയ ആയിരുന്നു. അതായത് ഇവരൊന്നും സേഫ്റ്റി പ്രിക്കോഷൻസ് ഒന്നും എടുക്കാതെയാണ് ഇവർ ഓരോ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നിപ്പോൾ മരണപ്പെട്ട ഈ ജോയി എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അരയിൽ ഒരു ചെയർനോട്ടോ, ഇപ്പോൾ ചെയർനോട്ട് അറിയില്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാവുന്നുള്ളൊരു കെട്ട് കെട്ടിയിട്ട് അദ്ദേഹം ആ കെട്ടിൻ്റെ മറു എൻഡ് ഇതിൻ്റെ മേളിൽ നിൽക്കുന്നു. എന്തായാലും മേളിൽ 1-2 ആൾക്കാരുണ്ടാവില്ല, അവരെ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു അപകടം സംഭവിക്കില്ലായിരുന്നു. ഇദ്ദേഹം ഒരു സേഫ്റ്റി ഇത് കൊടുക്കാതെ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ഒരു വലിയൊരു അപകടങ്ങൾ സംഭവിച്ചത്. അപ്പോൾ ഇതിൽ മാത്രമല്ല, നമുക്ക് അപകടം പതിയിരിക്കുന്ന വിജയൻ നീന്തൽ അറിയാമായിരുന്നു. അപ്പോൾ ഒരു ഒഴുക്കിൽ പെട്ടുപോകുക, ഒഴുക്ക് എന്നതിനപ്പുറം ഈ പറയുന്ന പോലെ ആ മാലിന്യം അതൊരു ചതുപ്പിൻ്റെ സ്വഭാവമുണ്ടോ? അതിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെയാണോ തോന്നുന്നത്? അങ്ങ് പൂണ്ടിറങ്ങി പോവുകയാണോ? മാഡം, ചതുപ്പെന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഇല്ല, പക്ഷേ ചില സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ ഇതിൻ്റെ നമ്മൾ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റ് എൻ്റെ ഒരു ചതുപ്പ് പോലെയാണ്. കാരണം ഒരു കാലെടുത്ത് വെച്ചിട്ട് അടുത്ത കാലം നമുക്ക് വളരെ ബുദ്ധിമുട്ടിയാണ് വലിച്ചു വരാൻ സാധിക്കുന്നത്. അതുകൂടാതെ ഈ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം ഒഴുക്കുണ്ടായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ നീന്തൽ അറിയുന്നുള്ള ഒരാൾക്ക് നീന്തി കയറാം. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് അത് സാധിച്ചില്ല എന്ന് അറിയില്ല. എന്തായാലും ഇതിന് വേറെ ഒരു കോംപ്രമൈസും ഇല്ല. നമ്മൾ ഈ തരത്തിലുള്ള ജോലി എടുക്കുന്ന ആരായാലും, എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്ന ആരായാലും, അവർ ഉറപ്പായിട്ടും സേഫ്റ്റി എടുക്കാതെ ഇറങ്ങരുത്. ഒരു ഹാർനസ് സംഘടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു റോപ്പിന്റെ സഹായത്തോടുകൂടി മാത്രം. കാരണം ഇതാരെങ്കിലും ജോലി ചെയ്യേണ്ടി വരും എന്തായാലും. അപ്പോൾ അവർ ഉറപ്പായിട്ടും പാടുള്ളൂ. അങ്ങനെ തന്നെയാണ് കോടതിയുടെ ഉത്തരവും ഇപ്പോൾ വിധിയും വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ മനുഷ്യൻ കാനയിലിറങ്ങി ശുചീകരിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ തൊഴിലാളികൾ ജീവിക്കാൻ വേണ്ടി ദിവസം 1500 രൂപ കൂലിക്ക് വേണ്ടി ഈ പണിക്കിറങ്ങുന്നത്. വിജിൻ, ഞാൻ വിജിനോടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങനെ മനുഷ്യർ ഈ കാനയിൽ ഇറങ്ങി ശുചീകരിക്കാൻ പാടില്ലല്ലോ. നിയമം മൂലം അത് നിരോധിച്ചിട്ടുണ്ട്. ഇവിടെ ആ രൂപത്തിൽ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമേ ശുചീകരണം പാടുള്ളൂ എന്ന് കോടതി വിധിയുണ്ട്. ശരി, ടെലിഫോൺ ലൈനിൽ പ്രശ്നമുണ്ട്. ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് മറുപടി പറയാം. ഇപ്പോൾ ഈ ആമയിഴഞ്ചാൻ തോട് മാത്രം എടുത്താൽ കഴിഞ്ഞ 13 വർഷത്തിനിടയിൽ 12 കോടിയാണ് നീക്കിയിരിപ്പായി വെച്ചിരുന്നത് ആമയിഴഞ്ചാൻ തോട് മാത്രം വൃത്തിയാക്കാൻ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ആ കോടികൾ എവിടെ പോയി? ഞാൻ അതിലേക്ക് വരാം. ഇവിടെ എൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രതിനിധികൾ കുറേ ആരോപണങ്ങൾ ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. ഒന്ന് ഈ ഹരിതകർമ്മസേനയെക്കുറിച്ചാണ്. ഹരിതകർമ്മസേനയെക്കുറിച്ച് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഒരാൾ ഉപേക്ഷിക്കുന്ന വേസ്റ്റ്, ആ വേസ്റ്റ് എടുത്ത് അതിൽ നിന്ന് തുച്ഛമായ കാശ് വാങ്ങി ആ കാശ് കൊണ്ട് കുടുംബം പോറ്റുന്ന ഒട്ടനവധിയായിട്ടുള്ള ഹരിതകർമ്മസേന അംഗങ്ങളുണ്ട്. അവർ അഭിമാനമായിട്ടാണ് ഈ തൊഴിലിനെ കാണുന്നത്.
അന്നന്ന് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവർ സ്വയം പണിയെടുത്ത് കഴിയുന്ന ഒരു കൂട്ടം ആളുകളാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ. ഇവിടെ പറയുകയുണ്ടായി ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എന്ന്. എന്ത് കളവാണ് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ നിന്ന് ആലോചിക്കുന്നത്? ഞാനൊരു കൗൺസിലറാണ്. എൻ്റെ വാർഡിൽ ഇന്നലെയും മെലിഞ്ഞാന്നും മരണം നടന്നു, ഇന്നും ഒരു മരണം നടന്നു. അവിടെ ഒരിടത്തും മരണ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുമ്പോൾ ആ മരണ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കുമ്പോൾ ആളുടെ അടുത്ത് ഈ പറയുന്ന ഹരിതകർമ്മസേനയിൽ അംഗമാണോ നിങ്ങൾ എന്ന റെസീപ്റ്റ് ചോദിക്കുന്ന എനിക്കറിയില്ല. അങ്ങനെ കോൺഗ്രസിൻ്റെ പ്രതിനിധിക്ക് എന്തെങ്കിലും ഒരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞാൽ അത് കൃത്യമായി പരിശോധിക്കാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ പറയണം. നിങ്ങളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം നിങ്ങളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. നിങ്ങൾ വസ്തുതാവിരുദ്ധമായി ശരി, പറഞ്ഞോളൂ ഉണ്ണികൃഷ്ണൻ, പൂർത്തിയാക്കൂ. ഇവിടെ പറഞ്ഞു എന്താണ് അതാരാണ്? നിങ്ങൾ വന്നിരിക്കുന്ന ഒരു ചാനലിൻ്റെ ഫ്ലോറിലാണ്. ആ ഫ്ലോറിൽ വന്നിരുന്നിട്ട് ഇത്തരത്തിൽ കളവ് പറയരുത്. ആ കളവെന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്ന കളവ് ജനങ്ങളിൽ വലിയ ആശങ്ക ഉണ്ടാക്കും. കാരണം ഡെത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ഈ വിഷയങ്ങളിൽ വന്നിരുന്ന് നഗരസഭ കളവ് നിങ്ങൾ പറഞ്ഞത് പച്ച കള്ളമാണ്. ഞാനത് നിങ്ങൾ പറയും, നിങ്ങൾ അത്രയും ജെനുവിനായി ഈ വിഷയം അല്ല പറയൂ. അങ്ങനെ തെളിവ് എന്താന്ന് അനൂപ് പറയട്ടെ. അനൂപ് പറയൂ, എന്താണ് തെളിവ്? ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കണമെന്ന് പറഞ്ഞ് പരാതിക്കാർ എന്നെ സമീപിച്ചിട്ടുണ്ടെന്നേ. ഞാൻ കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കാൻ പോവുക. ഇത് ഫീസ് കൊടുക്കാത്തതിന്റെ പേരിൽ പഞ്ചായത്ത് തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പരാതിക്കാരായി വന്ന് കക്ഷികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്. ഞങ്ങളത് കോടതിയെ സമീപിക്കാനിരിക്കുന്ന വിഷയമാണ്. അല്ലാതെ ഒരു ചാനൽ ചർച്ചയിൽ നിങ്ങളുമായി ഒരു ബലാബലത്തിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നതിന് വേണ്ടി പറയുന്നതല്ല. കേരളത്തിൽ പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട്. CPM മെമ്പർമാരെ സംബന്ധിച്ച്, CPI അനുഭാവികളെ സംബന്ധിച്ച് നിങ്ങൾ ചിലപ്പോൾ എക്സെപ്ഷൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും. പല ആളുകൾക്കും തങ്ങൾക്ക് ഗ്രാസ് റൂട്ട് റിയാലിറ്റിയാണ്, താങ്കൾക്ക് അന്വേഷിച്ചാൽ അറിയാം. ഈ യൂസർ ഫീ കൊടുക്കാൻ പറ്റാത്ത ആളുകൾ എന്ന് പറയുന്നത് ഇവരെക്കാൾ താണ വരുമാനത്തിലുള്ള ആളുകളാ. എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ യൂസർ ഫീ കൊടുക്കുന്നുണ്ട്. പക്ഷെ കൊടുക്കാൻ സാധിക്കാത്ത സാധാരണക്കാരായ അതുപോലും കൊടുക്കാൻ കഴിയാത്ത ആളുകളെ ഇങ്ങനെ പല പഞ്ചായത്തുകളിലും ഇങ്ങനെ ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. അതിൽ പരാതിക്കാരുണ്ട്. അതിന് കോടതിയെ സമീപിക്കാൻ ഇരിക്കുകയാണ്. ശരി, ഉണ്ണികൃഷ്ണൻ വസ്തുതാപരമായിട്ടാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ വായിൽ തോന്നിയതുപോലെ കള്ളമാണെന്ന് പറഞ്ഞാൽ കള്ളമാവില്ല. വീണ്ടും ഒരു മറുപടി ഞാൻ പറയട്ടെ. നിങ്ങളുടെ സമയം കഴിഞ്ഞു. ഞാൻ പറയട്ടെ, ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന പരിപാടി നിങ്ങൾ കാണിക്കരുത്. നമ്മുടെ നാട്ടിൻ പുറത്തൊരു പഴം ചൊല്ലുണ്ട്, അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന് പറയുന്ന പരിപാടി നിങ്ങളിവിടെ വെച്ച് കാണിക്കും. ജോലിയാണ് ആ ജോലി. നിങ്ങൾ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ നിങ്ങൾ കഴിഞ്ഞോ? എന്നിട്ട് അതിലൊരു ന്യായീകരണം. ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും നാൾ കോടതിയിൽ പോയില്ല? നിങ്ങളെ ഫ്രണ്ടിലൊരു ക്ലയന്റ് വന്നാൽ ആ ക്ലയന്റ് വന്ന് നിങ്ങൾ കോടതിയിൽ പോകാതെ ഞാൻ കോടതിയിൽ പോയി ഇരിക്കുകയാണ്. കളവ് പറയരുത്. അനൂപ് പോലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ ഞാൻ മനസ്സിലാക്കുന്നത് കളവ് മാത്രം പറയരുത്. പരാതി നേരത്തെ എന്തുകൊണ്ട് ഇത്രയും നാളായി പോയില്ല? സ്മൃതി നേരത്തെ പരാതി ഞാൻ കോടതിയിൽ പോയിരിക്കുകയാണ്. എന്താ നിങ്ങൾ അല്ല വേണ്ട, നിങ്ങൾ കോടതിയിൽ പോണ്ട, ഒരിടത്തും പോണ്ട. നിങ്ങൾ കോടതിയിൽ ഞാൻ പറയട്ടെ അനൂപ് നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞ നമ്മൾ കേട്ടില്ലേ? നിങ്ങൾ പറഞ്ഞ പ്രതീക്ഷിച്ചത് ഉണ്ണികൃഷ്ണൻ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധിക്കും. ഞാൻ പറഞ്ഞു സ്മൃതി, അത് ഞാൻ പറഞ്ഞു പരിശോധിക്കും. ഞാൻ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇത് പറഞ്ഞത്. അത് നിങ്ങൾ ഈ നമ്മുടെ മേയറുണ്ട്, മേയറിനൊരു കത്തെഴുതി കൊടുക്ക്. ഇങ്ങനെ ഒരു വന്നിട്ടുണ്ട്, എന്താണ് ഇതിൽ വസ്തുത എന്ന് ചോദിച്ചാൽ പരിശോധിക്കും. അതിൽ വേറെ സംശയമൊന്നും വേണ്ട, പരിശോധിക്കും. പക്ഷേ അത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന പരിപാടി ഒരു ചാനൽ ഫ്ലോറിൽ വന്ന് നിന്നിട്ട് ഈ കോൺഗ്രസിന്റെ പ്രതിനിധി കാണിക്കുന്നത്. ഒന്ന് രണ്ട് അനൂപിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അനൂപിനോട് ചോദിച്ചൊരു ചോദ്യം അനൂപ് ഇപ്പോഴും മറുപടി പറയാത്തൊരു കാര്യമാണ്. ഞാൻ പറയട്ടെ അനൂപിനോട് ചോദിച്ചൊരു ചോദ്യം, MP എവിടെ? ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. അത് പറയണ്ട, നിങ്ങൾ MP വന്നാൽ എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത്?
ഇന്നലെ പ്ലാസ്റ്റിക് മാലിന്യം മുഴുവൻ റെയിൽവേയുടെ മാലിന്യമാണ് എന്ന് പറഞ്ഞ മേയർ ഇന്നിപ്പോൾ ജീവനോടെ കിട്ടുമായിരുന്നു എന്ന പ്രതീക്ഷയായിരുന്നു ജോയെ ജീവനോടെ കിട്ടുമായിരുന്നു എന്ന പ്രതീക്ഷയായിരുന്നു എന്ന് പറഞ്ഞ ഇന്നൊരു വിതുമ്പൽ. ഇതെങ്ങനെയാണ് ജനത്തിന് ദഹിക്കുക? അങ്ങനെ അല്ല സ്മൃതി, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ, നമ്മൾ ചുമ്മാ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം വന്നിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇത് റെയിൽവേ, സെൻട്രൽ ഗവൺമെൻറ് റെയിൽവേയുടെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കോർപ്പറേഷനും എല്ലാം ആയിട്ടുള്ള വിഷയമാണ് ഈ തർക്കം. അപ്പോൾ അദ്ദേഹം വന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇടപെടാൻ കഴിയും. അദ്ദേഹം ഇടപെട്ടിട്ടില്ല, അത് ശരി തന്നെയാണ്. അതിന് ഞാൻ വേറൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ വേറെ ഹൈക്കോടതി നിയമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഹൈക്കോടതി തന്നെ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട്. എവിടെയാണോ അതാത് ഇതിൻ്റെ PWDയുടെ ഓട PWD വൃത്തിയാക്കണം, കോർപ്പറേഷൻ്റെ ഓട കോർപ്പറേഷൻ വൃത്തിയാക്കണം, ഇറിഗേഷൻ്റെ തോടുകൾ ഇറിഗേഷൻ വൃത്തിയാക്കണം, റെയിൽവേ വൃത്തിയാക്കണം എന്ന് ഹൈക്കോടതി തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ PWDയുടെ ഓട PWD വൃത്തിയാക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞത് റെയിൽവേ ആണ് അവിടെ വൃത്തിയാക്കേണ്ടത്. അത് നമ്മൾ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ ഇവർ കുറെ ഫണ്ടിന്റെ ഉത്തരവാദപ്പെട്ടവർ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നേരിട്ട് ഇടപെടാം. അതാണ് അതിനെന്താണ്, അതിൻ്റെ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറാണ് കത്ത് കൊടുക്കുക എന്നുള്ളത്. തിരുവനന്തപുരം നഗരസഭ 3 കത്ത് കൊടുത്തു. 3 കത്ത് കൊടുത്തിട്ട് അവർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതായപ്പോഴാണ് നമ്മൾ 4ാമത് നിയമ നടപടി സ്വീകരിക്കുമെന്ന് കത്ത് കൊടുത്തത്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കരാർ തൊഴിലാളിയെ അത് വൃത്തിയാക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ആ രൂപത്തിൽ തിരുവനന്തപുരം നഗരസഭ നിയമപരമായി ഇടപെട്ടത് കൊണ്ടാണ് അവർ അവസാനം ഈ രൂപത്തിലേക്ക് വന്നത്. പിന്നെ ഇവിടെ BJPയുടെ പ്രതിനിധി കുറേ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഓപ്പറേഷൻ അനന്തയെക്കുറിച്ച്. ഓപ്പറേഷൻ അനന്ത നല്ല പദ്ധതി തന്നെയാണ്. ഓപ്പറേഷൻ അനന്ത എന്തുകൊണ്ടാണ് നിന്നുപോയത്? അത് ഹൈക്കോടതിയുടെ വിധി സ്റ്റേ വാങ്ങിയത് കൊണ്ടാണ്. സ്റ്റേ വാങ്ങിയ ആൾ ആരാണെന്നുള്ളത് BJP പ്രതിയോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പല ഘട്ടത്തിൽ BJPക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ പല ഘട്ടത്തിൽ ഇറങ്ങിയ ആളാണ് ഈ പറയുന്ന സ്റ്റേ വാങ്ങിയ ആൾ എന്നുള്ളത്. നിങ്ങൾ മറന്നു പോകാതിരിക്കുന്നത് നന്നായിരിക്കും. അതിന് പൂർണ്ണമായ സഹായം അന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചത് LDF തന്നെയാണ്. മറുപടി പറയൂ. ഓപ്പറേഷൻ അനന്ത നിന്നുപോയത് സ്റ്റേ വാങ്ങിയ ശേഷമാണോ അതോ സർക്കാർ മാറിയ ശേഷമോ? ഒരിക്കലുമില്ല. അവരുടെ പരാജയമാണ്. ഹൈക്കോടതി ഒരാൾ സ്റ്റേ വാങ്ങിച്ചെന്ന് വെച്ചാൽ ഒരു പദ്ധതി പൂർണ്ണമായിട്ട് കള്ളം പറയരുത്. ഓപ്പറേഷൻ അനന്ത ആദ്യഘട്ടത്തിൽ നടക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. കാരണം നല്ല രീതിയിൽ അവിടെ ഒഴിപ്പിക്കൽ നടന്നിട്ടുണ്ട്. ആ ഒഴിപ്പിക്കലിൽ സർക്കാർ ഇടപെടൽ നടത്തുകയില്ല എന്ന ഉറപ്പിന്മേലാണ് അതിന്മേലെ ആ നടപടികളിലേക്ക് ജില്ലാ കളക്ടറും ചീഫ് സെക്രട്ടറിയും കടന്നത്. ഇന്നലെ നമ്മുടെ ചർച്ചയിൽ പഴയ ചീഫ് സെക്രട്ടറി പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം അത് പറയുന്നുണ്ട്. കൃത്യമായി ആദ്യഘട്ടം വളരെ വൃത്തിയായി പൂർത്തിയാകുന്നു. ആ പ്രതിഷേധിച്ചവരൊക്കെ പ്രതിഷേധം കൊണ്ട് നിൽക്കേണ്ടി വന്നു. അത് മുന്നോട്ട് പോകാമായിരുന്നു. എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാഞ്ഞത്? അതിനുശേഷം ഇപ്പോൾ മന്ത്രി ശിവൻകുട്ടിയോട് അതേപ്പറ്റി ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ അനന്ത ആ കാലത്തേതല്ലേ, നമുക്ക് പുതിയ പദ്ധതി ഉണ്ടെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത്. എവിടെ എന്നിട്ട് പുതിയ പദ്ധതി? ഓരോ സർക്കാർ മാറി മാറി വരുമ്പോൾ പുതിയ പദ്ധതി തുടങ്ങുകയാണോ വേണ്ടത്? ഇത് ഇടത് സർക്കാരിൻ്റെ പദ്ധതി, അത് UDF സർക്കാരിൻ്റെ പദ്ധതി, ഇങ്ങനെയാണോ വേണ്ടത്? നാടിനൊരു പദ്ധതിയില്ലേ? എന്നോടാണോ? അതെ. അത് ഓപ്പറേഷൻ അനന്തയ്ക്ക് തിരുവനന്തപുരം നഗരസഭ നല്ല രൂപത്തിൽ സഹകരിച്ചതാണ്. ഇത് എവിടെ വെച്ചാണ് നിൽക്കുന്നത്? ഇത് എത്തുന്നത് നമ്മളെ ഈ സ്പോട്ടിലുള്ള അട്ടക്കുളങ്ങര സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ അവിടെ അട്ടക്കുളം സ്കൂൾ കഴിയുമ്പോഴാണ് ഇത് സ്റ്റേ വാങ്ങുന്നത്. സ്റ്റേ വാങ്ങുന്ന ആളുടെ പേര് പറയണോ? അത് രാജീവ് പറയും. രാജീവിന്റെ പാർട്ടിക്ക് വേണ്ടി വിവിധ ഘട്ടങ്ങളിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങിയ ആളല്ലേ അദ്ദേഹം. അദ്ദേഹത്തിന്റെ രാജീവ് പറയും. അല്ല, ഈ പറയുന്ന രമേശ് കണ്ട്രാക്കിന്റെ അവിടെ എത്തുമ്പോഴല്ലേ നിൽക്കുന്നത്? അദ്ദേഹമാണ് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങുന്നത്. ഈ സ്റ്റേ വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഓപ്പറേഷൻ അനന്ത നിന്നുപോയത്. അല്ലാതെ ഓപ്പറേഷൻ നമ്മളൊന്നുമല്ല. പിന്നെ ഇവിടെ പറഞ്ഞു എന്താണ് സർക്കാരിന്റെ പരിപാടിക്ക് സ്റ്റേ വാങ്ങിയാൽ സർക്കാർ പിന്നെ മുന്നോട്ട് പോകാനൊക്കെ വഴിയുണ്ട്. അവിടെ അവസാനിക്കുന്നില്ലല്ലോ. അത് അവിടെ അവസാനിക്കുന്നില്ലല്ലോ പറയുന്നില്ല. പക്ഷെ അത് രാജീവ് അത് പിന്നെ ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പോ
രാജീവ് ഞാൻ പറയട്ടെ, കണ്ണമ്മൂല ഈ കഴിഞ്ഞ മഴയത്ത് കണ്ണമ്മൂല വെള്ളം കയറിയോ? കണ്ണമ്മൂല വെള്ളം കയറിയോ? രാജീവ് പറയൂ, രാജീവേ പക്ഷെ നിങ്ങൾ വഞ്ചൂർ ഉൾപ്പെടെ ഉള്ളിടത്ത് CPM ഇതൊക്കെ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാം. രാജീവേ ഈ ചുമ്മാ ഈ രാജീവേ അത് നിങ്ങൾക്ക് ഈ ആരാണ് തിരുവനന്തപുരം നഗരത്തിൽ ആരാണ് പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ള സ്ഥാപനങ്ങൾ കയ്യേറി വെച്ചിരുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് നിങ്ങൾ ആരും പറയണ്ട. പരിപാവനമായ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം BJP കയ്യേറ്റം നടത്തി വെച്ചിരുന്ന സ്ഥലമല്ലേ? നിങ്ങൾ പറ, അല്ലെന്ന് പറയേ. ആരാണ് കയ്യേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്? ഫോർട്ട് സ്കൂളിന്റെ പുറകിലിരിക്കുന്ന സംസ്കൃതി ഭവൻ അടക്കമുള്ള കെട്ടിടങ്ങൾ ആരാണ് കയ്യേറി വെച്ചിരിക്കുന്നത്? BJP ആണ് കയ്യേറി വെച്ചിരിക്കുന്നത്. നിങ്ങൾ കയ്യേറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ കയ്യേറ്റങ്ങളെ കുറിച്ച് തിരുവനന്തപുരം നഗരത്തിന്റെ കയ്യേറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ BJPയുടെ നിങ്ങൾ എന്ത് ചെയ്തു? ഓപ്പറേഷൻ അനന്തയ്ക്ക് ബദലായി വേറെ എന്ത് പദ്ധതി കൊണ്ടുവന്നു? എവിടെയാണ് മാലിന്യം സംസ്കരിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് നഗരസഭ മറുപടി പറയേണ്ടതുണ്ട്. പറയട്ടെ സ്മൃതി കണ്ണമ്മൂല എല്ലാ മഴയത്തും എപ്പോഴും വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് കണ്ണമ്മൂല. കഴിഞ്ഞ വി കെ പ്രശാന്ത് MLA മണ്ഡലമാണ്, വട്ടിയൂർക്കാവാണ്. കഴിഞ്ഞ മഴയത്ത് അവിടെ വെള്ളം കയറിയിരുന്നില്ല. കൃത്യമായി ആ തോട് വൃത്തിയാക്കി അതിന് വെള്ളത്തിനൊഴുകാൻ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കി. അതിന് നേതൃത്വം കൊടുത്ത തിരുവനന്തപുരം നഗരസഭ ഈ ഗവൺമെന്റുമാണ്. അല്ലെന്ന് രാജീവ് പറയട്ടെ. രാജീവിന് അല്ലെന്ന് പറയാൻ പറ്റുമോ? കണ്ണമ്മൂല, തമ്പാനൂര് രാജീവെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. തമ്പാനൂര് ഇപ്പോൾ ഞാൻ തമ്പാനൂർ വഴി യാത്ര ചെയ്ത് വന്ന ആളാണ്. ഒരു ചെറിയ മഴ പെയ്താൽ ആ തമ്പാനൂര് വെള്ളം കയറി ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയുള്ള സ്ഥലമാണ്. ഇന്ന് തമ്പാനൂര് വെള്ളക്കെട്ടുണ്ടോ? നിങ്ങൾ പറയൂ. ഇപ്പൊ രാജീവ ഞാനിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. കോർപ്പറേഷനിൽ ഏകദേശം 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ തമ്പാനൂര്. നിങ്ങളൊന്ന് അങ്ങോട്ട് പോയി നോക്ക്. ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പോട്ടിൽ നിന്ന് വെള്ളക്കെട്ടില്ല. എന്താണ് ഈ സ്പോട്ടിൽ വെള്ളക്കെട്ടില്ല. അതുകൊണ്ട് ഈ വെള്ളക്കെട്ടാണ് എന്ന് കൃത്യമായി നമ്മൾ ഈ പറയുന്ന മഴക്കാല പുതുവെച്ച് അല്ല. രാജീവൻ, നിങ്ങൾ ഇത് ജനങ്ങൾ പറയണം. ജനങ്ങൾ പറയാൻ വേണ്ടിയാണ്, ജനങ്ങളുടെ മുന്നിലേക്കാണ് നമ്മൾ പറയുന്നത്. ജനങ്ങളുടെ മുന്നിലേക്കാണ് മഴക്കാല പുതിയ ശുചീകരണം പറയുന്നു. നിങ്ങൾ കുറെ സാമ്പത്തികത്തിന്റെ കണക്ക് 24 കോടി 34 കോടി പറയട്ടെ രാജീവേ, 34 കോടി 50 കോടിയുടെ കണക്കൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. നമ്മൾ കോടിയുടെ കണക്കൊന്നും പറയുന്നില്ല. നമ്മൾ ഈ 100 വാർഡിന് കൃത്യമായി തുല്യമായി പണം വീതിച്ചു കൊടുത്ത നഗരസഭയാണ്. കൃത്യമായി നിങ്ങളുടെ കൗൺസിലറുടെ പാൽക്കുളങ്ങര ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഒരാളുടെ സമയം ഞാൻ അവഹരിച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞ നിങ്ങളെ CPM ആണെന്നേ. നിങ്ങളെ മന്ത്രിയാണ് നിങ്ങൾ രാജീവിനോട് ഒന്ന് പറഞ്ഞ, രാജീവിന്റെ അടുത്ത് പറഞ്ഞ അല്ല, മേയർ കൊള്ളൂലെന്ന് രാജീവിന്റെ അടുത്ത് പറഞ്ഞ. രാജീവിന്റെ അടുത്ത് എവിടെ വന്നാണ് പറഞ്ഞത്? അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ അടുത്ത് പറഞ്ഞ മേയർ കൊള്ളൂലെന്ന് CPMന്റെ നേതാക്കന്മാർ ആരെങ്കിലും ഒരാൾ വന്ന് രാജീവിനോട് പറഞ്ഞ? ഇത് ആരെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മള് ഞാനിവിടെ ചർച്ച ചെയ്യുന്ന മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് യോഗത്തിന്റെ മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി കഴിയും. തിരുവനന്തപുരം നഗരസഭയെ പ്രകീർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ അശോക് കുമാർ മുതിർന്ന കൗൺസിലറാണ്. അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരം നഗരസഭ രാജീവേ, നിങ്ങൾ എന്റെ ആറ്റുകാൽ വാർഡിൽ വാ. ഞാൻ രാജീവിന് വേണമെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് പോവാം. രാജീവിനെ ഞാൻ വിളിച്ചോണ്ട് പോവാം. എന്റെ ആറ്റുകാൽ വാർഡിൽ വാ. ഞാൻ ആറ്റുകാൽ വാർഡിൽ കല്ലടി മുഖത്ത് പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് മെഷീൻ അടക്കമുള്ള MRF പദ്ധതി നടപ്പിലാക്കി വരാണ്. ഈ പ്ലാസ്റ്റിക് ഈ മാലിന്യ സംസ്കരണം നമ്മുടെ കൂടെ ഉത്തരവാദിത്തമായിട്ട് കാര്യമില്ല. രാജേന്ദ്രൻ പറഞ്ഞത് അവിടെ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നതാണ്. BJP കൗൺസിലർ, ഒരു മിനിറ്റ് പറയട്ടെ രാജീവ് ഒന്ന് പറയട്ടെ.
കാര്യം, BJP കൗൺസിലർ പറഞ്ഞത് അവിടെ നിന്ന് എന്നും മാലിന്യം നീക്കം ചെയ്യുന്നുണ്ട് എന്നാണ്. ജോയുടെ മൃതദേഹം വന്ന അടിഞ്ഞ അവിടെ ആ മാലിന്യകുമാരൻ കണ്ടല്ലോ, അത് എന്നും എടുക്കുന്ന മാലിന്യമാണോ? താങ്കൾക്ക് പറയാമോ രാജീവ്? എനിക്ക് കണ്ടപ്പോൾ അത് എന്നും എടുക്കുന്ന മാലിന്യമായിട്ട് തോന്നിട്ടില്ല. അപ്പൊ എന്താ BJP കൗൺസിലർ കളവ് പറഞ്ഞു? നിങ്ങളെല്ലാം BJP കൗൺസിലർ കളവ് പറഞ്ഞോ രാജീവ്? സമയത്ത് പിന്നെ ഞാൻ ഒരു കാര്യം സ്മൃതി, ഈ മാലിന്യ സ്മൃതി വേറൊരു കാര്യം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. 2023 ആഗസ്റ്റ് മാസം 27-ാം തീയതി മാലിന്യത്തിന്റെ കാര്യം പറയൂ. അല്ല, ഞാൻ പറയട്ടെ, ഇതൊന്ന് പറഞ്ഞോട്ടെ. ആഗസ്റ്റ് മാസം 27-ാം തീയതി കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുപോവാണ് ഒരു വണ്ടിയിൽ പേട്ട വഴി. ആ വണ്ടി പിടിച്ചു. ആ വണ്ടി പിടിച്ച വണ്ടിയെ തിരിച്ചു വിട്ടുകൊടുത്തു. അറിയാമോ എന്തുകൊണ്ടായിരുന്നു? കൊണ്ടുപോയി കളഞ്ഞ ആളെന്ന് പറയുന്നത് CIT-ന്റെ നേതാവായിരുന്നു. മാതൃകാപരമായി, ഏറ്റവും മാതൃകാപരമായി. അപ്പൊ തിരുവനന്തപുരത്ത് എന്താണ് നടക്കുന്നതെന്നുള്ള ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞു. നടപ്പിലാക്കുന്ന നഗരസഭയാണ് മാതൃകാപരമായി. റോഡിൽ കളഞ്ഞ വണ്ടിയോടുകൂടി കോർപ്പറേഷൻ മാതൃകാപരമാണ്. മാതൃകാപരമായിട്ടാണ് ചെയ്തത്. അവർ പ്രോത്സാഹനം പോയി നോക്ക്. നിങ്ങൾ മുട്ടത്തറ സീവേജ് ട്രീറ്റ്മെന്റിനെ കുറിച്ച് പഠനം നടത്താൻ നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ സമിതി വരെ വന്നിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾ ഇപ്പോൾ ഈ നഗരത്തിന്റെ മാലിന്യ സംസ്കരണം എന്നുള്ളത് തദ്ദേശ ഭരണത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? നിങ്ങൾ ഈ റെയിൽവേയുടെ ആ ഭാഗം വിടൂ, ബാക്കി പറയൂ. ഇല്ല, മാലിന്യം സംസ്കരിക്കേണ്ടത് നമ്മുടെ അല്ല. മാലിന്യം മാതൃകാപരമായി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മാലിന്യം മാതൃകാപരമായി സംസ്കരിക്കാനുള്ള വിവിധ വഴികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. ഇപ്പോൾ വിളപ്പിൽശാല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞു. വിളപ്പിൽശാല ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഒരു ഘട്ടത്തിൽ നിലച്ചുപോയി. ഒരു ഘട്ടത്തിൽ അത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ ഇളക്കി വിട്ടുകൊണ്ട് ആ മുട്ടത്ര വിളപ്പിൽശാല പ്ലാന്റ് അടപ്പിക്കുകയാണ്. വലിയ പ്രതിഷേധം ഉണ്ടായി. നിങ്ങൾ മനസ്സിലാക്കേണ്ട തിരുവനന്തപുരം നഗരം ഏറ്റവും വലിയ നഗരസഭ, 100 വാർഡുകൾ. ആ 100 വാർഡുകൾ വിവിധ ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ, വിവിധ ഹോട്ടലുകൾ, ഫ്ലാറ്റുകൾ അടക്കമുള്ള വലിയൊരു നഗരസഭ. ഈ ഇവിടെയുള്ള സ്ഥാപനങ്ങളെല്ലാം ചവർ സംസ്കരിക്കേണ്ട ഒരു നഗരസഭയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ ചവർ സംസ്കരിച്ചുകൊണ്ടുള്ള വിളപ്പിൽശാല ഫാക്ടറി ഒരു സുപ്രഭാതത്തിൽ സ്വിച്ചിട്ടതുപോലെ നിന്നപ്പോൾ അന്ന് സംസ്ഥാന ഗവൺമെന്റ് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ ഈ നഗരസഭ പതറിയില്ല. മറിച്ച് ആ നഗരസഭ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ എങ്ങനെയാണ് ഉണ്ടാകുമ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോയൊക്കെ ഇതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. എന്തായി? ജനങ്ങളെ മുഴുവൻ കൊല്ലാൻ വേണ്ടി കൊണ്ടിട്ട് കൊടുത്തിട്ട് അല്ല സ്മൃതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അത് ഉമ്മൻചാണ്ടി ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് പ്രതിഷേധം ഉണ്ടായത്, അതിനു മുമ്പ് ഉണ്ടായില്ലല്ലോ. ആ സമയത്ത് പോയി കാണണം. സ്മാർട്ട് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ നഗരസഭ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ നടപ്പിലാക്കി മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയുള്ള വിവിധ ഇടപെടലുകൾ ഈ നഗരസഭ നടത്തിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണ് എങ്ങനെയാണ് പ്ലാന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് നോക്കിയാൽ മതി. എങ്ങനെയാണ് മാലിന്യ ശ്രീകണ്ഠേശ്വരം വാർഡ് ഏകദേശം 25 കൊല്ലമായിട്ട് നിങ്ങളെ കൗൺസിലറാണ്. ഏകദേശം 20 ശ്രീകണ്ഠേശ്വരം വാർഡിൽ ഏകദേശം 20 വർഷക്കാലമായി. കഴിഞ്ഞ ഇപ്രാവശ്യം രാജേന്ദ്രനാണെങ്കിൽ അതിന് മുമ്പത്തെ പ്രാവശ്യം അദ്ദേഹത്തിന്റെ ഭാര്യമായ, അതിന് മുമ്പത്തെ പ്രാവശ്യം രാജേന്ദ്രൻ, അങ്ങനെ 10-15 കൊല്ലത്തിന് അവിടുത്തെ ചവർമാസങ്ങൾ ഇത് ഇവിടെ അവസാനിക്കുമോ? ഇവിടെ അവസാനിച്ചുകൂടാ. ഇതിനപ്പുറം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് നോക്കാം സർക്കാരും സംവിധാനങ്ങളും എത്രത്തോളം ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.